ലാസ്റ്റ് നിമിഷമാകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മാസം 23-ാം തീയതി രാത്രി 7 മണി തൊട്ട് ഒരു 12 മണി വരെ സ്പെൻഡ് ചെയ്യാമോ? 23-ാം തീയതി രാത്രി 7 മണി തൊട്ട് ഒരു 12 മണി വരെ സ്പെൻഡ് ചെയ്യാമോ? നമുക്ക് അവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാം, കുറെ തിയറിയും പഠിക്കാം. നമുക്കവിടെ കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം, അവിടെ കുറെ തിയറിയും പഠിക്കാം. അല്ലാതെ അവസാന മാസം കൊണ്ടിട്ട് ഞാൻ 7 മണി തൊട്ട് ഒരു 12 മണി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാതെ പോവുകയും ചെയ്യും, വെറുതെ കേട്ടിരിക്കും. ശരിയല്ലേ? സമയമല്ലേ? ശരിയല്ലേ? സത്യമല്ലേ? അവസാന നിമിഷമാണെങ്കിൽ ഉള്ളത് പഠിക്കാനും പറ്റത്തില്ല, അത് മാത്രം പഠിച്ചുകൊണ്ട് പോകും. ആ ഒരു മാർക്ക് കിട്ടും. പക്ഷെ ബാക്കി പെൻഡിങ് ഉള്ളൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത് വേണ്ട. നിങ്ങൾ എന്താണ് ഇതൊക്കെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുക, സമയത്തിന് മുന്നേ സഞ്ചരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന വാക്കല്ലേ, സമയത്തിന് മുന്നേ സഞ്ചരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ മാസം 23-ാം തീയതി തന്നെ രാത്രി 7 മണി തൊട്ട് 12 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മാത്രമായി ക്ലാസ് എടുക്കുന്നത്. 8, 9, 10, 11, 12 5 മണിക്കൂർ. 8, 9, 10, 11, 12 5 മണിക്കൂർ. ഓക്കെ അല്ലേ? അന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത മെയിൻ കാര്യമുണ്ട്. രാവിലെ തൊട്ട് ഈവനിങ് വരെ അനാവശ്യമായിട്ട് ഇന്റർനെറ്റ് കളയരുത്. ഓക്കെ അല്ലേ? അനാവശ്യമായിട്ട് ആ ദിവസം 23-ാം തീയതി ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കളയരുത്. യൂട്യൂബ് വീഡിയോസ് കാണരുത്, ഫേസ്ബുക്കിൽ പോകരുത്. ആ നെറ്റ് സേവ് ചെയ്തല്ലോ. ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ ആ പകുതി കേൾക്കും, ബാക്കി അറ്റൻഡ് ചെയ്യുക. 1 മണിക്കൂർ കാണും, 1.5 മണിക്കൂർ കാണും, പിന്നെ കാണത്തില്ല. സമയം നോക്കി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം, ഇത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് നഴ്സിംഗ് അസസ്മെന്റ് പഠിച്ചോ? പഠിച്ചു. അപ്പോൾ ഇത് നഴ്സിംഗ് പ്രോസസ്സിൽ അസസ്മെന്റ് പഠിച്ചു, ടൈപ്സ് ഓഫ് ഡേറ്റ പഠിച്ചു, ആൻഡ് ഡേറ്റ കളക്ഷൻ പഠിച്ചു, ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചല്ലോടെ. ഇത് ചെസ്റ്റ് വരെ കണ്ടോ? അവസാനമായിട്ട് ചെസ്റ്റ് വരെ കണ്ടോ? നഴ്സിംഗ് പ്രോസസ്സിനകത്ത് അസസ്മെന്റിനകത്ത് അവസാനം ചെസ്റ്റ് വരെ കണ്ടോ? ബാക്കി കാർഡിയും ഗ്യാസ്ട്രോ എല്ലാം സിസ്റ്റങ്ങൾ പഠിക്കും കേട്ടോ. ബാക്കി കാർഡിയും ഗ്യാസ്ട്രോ എല്ലാം സിസ്റ്റങ്ങൾ പഠിക്കും. നൗ നമുക്ക് നഴ്സിംഗ് പ്രോസസ്സിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് കാണാം. നഴ്സിംഗ് പ്രോസസ്സിന്റെ സെക്കൻഡ് സ്റ്റെപ്പിന് പേരെന്താ? ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത് നഴ്സിംഗ് പ്രോസസ്സിനകത്ത് മൊത്തം എത്ര സ്റ്റെപ്സ് ഉണ്ട്? നഴ്സിംഗ് പ്രോസസ്സിനകത്ത് പ്രധാനമായിട്ട് എത്ര സ്റ്റെപ്സ് ഉണ്ട്? 5. ഏതൊക്കെയാണ്? അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്. ആഡ്പൈ എന്ന് പറയുമ്പോൾ അസസ്മെന്റ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാനിങ് മാത്രമാണോ? പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആൻഡ് ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? പ്ലാനിങ് എന്ന് പണ്ട് 6-7 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. 6-7 വർഷം മുമ്പേ പറഞ്ഞ കാര്യം പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്ലാനിങ് എന്ന് മാത്രമല്ല, പ്ലാനിങ്ങും ആൻഡ് ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അവിടെ പ്ലാനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? മറക്കരുത്. അസസ്മെന്റ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, ആൻഡ് ഔട്ട്കം ഐഡന്റിഫിക്കേഷനും പ്ലാനിങ്ങും ഉണ്ട്, ഇംപ്ലിമെന്റേഷനും ഇവാലുവേഷനും ഉണ്ട്. 5 സ്റ്റെപ്പ് ഉണ്ടോ? ഇത് നഴ്സിംഗ് പ്രോസസ്സിൽ പ്രധാനമായിട്ട് 5 സ്റ്റെപ്പ് ഉണ്ടോ? 5 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാ? അസസ്മെന്റ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം പ്ലാനിങ് മാത്രമാണോ? അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്ലാനിങ് മാത്രമാണോ? അല്ല, പ്ലാനിങ് ആൻഡ് ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ കൂടെ ഉണ്ടെന്ന കാര്യം മറക്കരുത്. ശേഷം ഇംപ്ലിമെന്റേഷനും ഇവാലുവേഷനും കൂടെ ഉണ്ട്. സോ അസസ്മെന്റ് പഠിച്ചു, കഴിഞ്ഞ ദിവസം അസസ്മെന്റ് പഠിച്ചു. ശേഷം ഇനി വരുന്നത് എന്താ? നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലേ? അസസ്മെന്റ് കഴിഞ്ഞാൽ ശേഷം വരുന്നത് എന്താ? നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലേ?
അല്ലേ? അല്ലേ? ശരിയാണ്. പറഞ്ഞല്ല, ശരിയാണ്. പറഞ്ഞേ. ഇന്ന് രാവിലെ സമയം 4 മണിക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? രാവിലെ 4 മണിക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? കിട്ടി. അവിടെ ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റിടുന്നതാണോ? അലാറം വെച്ച് എഴുന്നേറ്റിടുന്നതാണോ? അല്ല, 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 അല്ല. കാരണം എനിക്കറിയാം ഇത് പല ആൾക്കാരും രാവിലെ പഠിക്കാറുണ്ട്. ശരിയല്ലേ? രാവിലെ പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ശരി, ഉണ്ടോ? ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുണ്ടോ? ഏർലി മോർണിംഗ് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് പേരറിയാം, പേരറിയാം. കാരണം ഞാൻ ഇട്ടവിടെ നോക്കാറുണ്ട്. ഇട്ട ഉടനെ 1 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാറുണ്ട്. ആര് കണ്ടു? ഫസ്റ്റ് ആര് കണ്ടു? ഫസ്റ്റ് ആര് കണ്ടു? ആര് കണ്ടു? പേര് കണ്ടോ? ഇത് രാവിലെ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ആര് കണ്ട പേര് വരുന്നോ? നിങ്ങളുടെ ഈ ബാച്ചിനകത്ത് കാണണോ? കേൾക്കണോ? 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 വേണ്ട, വേണ്ടല്ലോ. പറയുന്നില്ല. ആരും നാം കെടുത്തതില്ല. കേൾക്കണോ? കേൾക്കണോ? ഞാനിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടായിരിക്കുണ്ടോ ഇതിനകത്ത്? ഞാനിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടായിരിക്കുണ്ടോ? ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് കയറുണ്ടോ? രാവിലെ എഴുന്നേക്കാറുണ്ടാരെങ്കിലും? ഏർലി മോർണിംഗ് പഠിക്കാൻ വേണ്ടി എഴുന്നേക്കാറുണ്ടാരെങ്കിലും ഉണ്ടോ? ഏർലി മോർണിംഗ് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് എഴുന്നേൽക്കുന്നവരും ഉണ്ടോ? ഉണ്ടോ? എസ് പറയുക. ഏർലി മോർണിംഗ് 4 മണിക്കും 5 മണിക്കും ഇടയിൽ എഴുന്നേൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കുക. രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കുക. അവർക്ക് ഒന്നും പറയുന്നില്ല. അയക്കൂ, രാവിലെ അയക്കൂടെ? അയക്കൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും രാവിലെ എഴുന്നേൽപ്പിക്കുക. ശരിയല്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും രാവിലെ എഴുന്നേൽപ്പിക്കുക. അതാണ് മെയിൻ ലക്ഷ്യം, അല്ലേ? നിങ്ങൾ എങ്ങനെയും രാവിലെ എഴുന്നേൽപ്പിക്കുക. അതാണ് മെയിൻ ലക്ഷ്യം. സത്യം അറിയാമല്ലോ. എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽപ്പിക്കുക. അതാണ് മെയിൻ ലക്ഷ്യം. എഴുന്നേൽക്കും എല്ലാവരും? എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുമോ രാവിലെ? ഇവിടെ പറഞ്ഞാൽ കേൾക്കില്ല. സോ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇത് നേഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുന്നത്? എന്താ? എന്താണ് ദ നേഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്? എന്താ? നേഴ്സിംഗ് ഡയഗ്നോസിസ് പഠിക്കുന്ന മുമ്പേ തന്നെ നമുക്കൊരു അസോസിയേഷനെ കുറിച്ച് അറിയണം. ആർക്കും അറിയാം? നേഴ്സിംഗ് ഡയഗ്നോസിസ് പഠിക്കുന്ന മുമ്പേ നമുക്കൊരു അസോസിയേഷനെ കുറിച്ച് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. എടാ, ഇത് നേഴ്സിംഗ് ഡയഗ്നോസിനെ ഇത് ജനറലൈസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവന്ന അസോസിയേഷന്റെ പേരെന്താ? നേഴ്സിംഗ് ഡയഗ്നോസിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവന്ന അസോസിയേഷന്റെ പേരെന്താ? ഏത് ഏജൻസിയാ? ഏത് ഏജൻസിയാ? ഏത് ഏജൻസി? അത് ഏത് കോൺഫറൻസ്? ഏത് ഏജൻസി, ഏത് കോൺഫറൻസ്? 2 ചോദ്യമുണ്ട്. നേഴ്സിംഗ് ഡയഗ്നോസിസിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവന്ന അസോസിയേഷൻ അല്ലെങ്കിൽ ഏജൻസി ഏതാണ്? ആ കോൺഫറൻസിന്റെ പേര് എന്താണ്? കോൺഫറൻസ് ഏതാ? ഇന്റർനാഷണൽ നേഴ്സിംഗ് കോൺഫറൻസ് ആണോ? ഇന്റർനാഷണൽ നേഴ്സിംഗ് കോൺഫറൻസ് എന്ന് പറഞ്ഞ വർഷം ഏതാ? 1982 അല്ലേ? 1982 കാനഡയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ നേഴ്സിംഗ് കോൺഫറൻസിൽ വെച്ചാണ്. വർഷം ഏതാ? 1980 നടന്ന ഇന്റർനാഷണൽ നേഴ്സിംഗ് കോൺഫറൻസ് കാനഡയിൽ വെച്ചാണ് എന്താണ് ആദ്യമായിട്ട് ഒരു ഫോം ചെയ്ത പേരെന്താ? നമ്മളെല്ലാവരും ഇത് നോർത്ത് അമേരിക്കൻ നേഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ ഷോർട്ടായിട്ട് എന്ത് വിളിക്കും? നോർത്ത് അമേരിക്കൻ നേഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ എന്ന് പറയും. അതാണ് 82 ഫോം ചെയ്ത് കാനഡയിൽ വെച്ച്. നന്ദയാണോ? നന്ദയാണോ അവിടെ? നന്ദ
നന്ദ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കേരളത്തിലെ ആൾക്കാർ നന്ദ എന്ന് പറയാറുണ്ട്. 1982 വെച്ച് കാനഡയിൽ വെച്ച് നടന്ന ഈ ഒരു കോൺഫറൻസിൽ വെച്ചാണ് എന്ത് ഫോം ചെയ്തത്? എന്ത് ഫോം ചെയ്തത്? ഡയഗ്നോസ് അല്ലേ? അല്ലേ? നമ്മൾ എപ്പോഴും ഡയഗ്നോസ് പറയും, എപ്പോഴും നന്ദ പറഞ്ഞേ പറ്റത്ത്. ശരിയല്ലേ? എപ്പോഴും പറയുന്നല്ലേ അല്ലേ? ശരിയല്ലേ? എന്താ പറയുന്നത്? നന്ദ പറയുന്ന കാര്യം എന്താ പറയുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ അസുഖമില്ലേ, അതിന്റെ സിംറ്റംസ് അനുസരിച്ച് അസുഖത്തിന് പേര് നൽകുക എന്നാണോ? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അസുഖത്തിന്റെ സിംറ്റംസ് അനുസരിച്ച് അസുഖത്തിന് പേര് ക്ലാസിഫൈ ചെയ്യുന്നതാണോ നന്ദ അസോസിയേഷൻ? ആണോ? അല്ലയോ? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അസുഖത്തിന്റെ സിംറ്റംസ് അനുസരിച്ച് അസുഖത്തിന് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അസുഖത്തിന്റെ സിംറ്റംസ് അനുസരിച്ച് അസുഖം ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു തരാം നന്ദയാണ്. മറക്കരുത്. സോ മെഡിക്കൽ ഡയഗ്നോസിസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ഓരോരുത്തർക്കും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ മെഡിക്കൽ ഡയഗ്നോസിസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആണ് ICD ഉണ്ട്. ICD International, the classification of the diseases. International, the classification of diseases. സൈക്യാട്രി പഠിക്കാറില്ലേ? സൈക്യാട്രി ICD പഠിക്കാറില്ലേ? സൈക്യാട്രി ഓർമ്മയുണ്ടറിയില്ലേ? സൈക്യാട്രി പഠിക്കാറില്ലേ? അതുപോലെ തന്നെ മെഡിക്കൽ ഡയഗ്നോസിസ് നന്ദ പറയുന്ന എപ്പോഴും ICD ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ്, മറക്കരുത്. അക്കോർഡിംഗ് ടു നന്ദ ഇതെന്താ പറയാം? മെഡിക്കൽ ഡയഗ്നോസിസിനെ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അറിയില്ല. കാണാൻ പഠിക്കണ്ട, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. സിമ്പിൾ ലാംഗ്വേജിൽ മലയാളത്തിൽ പഠിച്ചാൽ മതി. അറിയാമോ? പറഞ്ഞു കേട്ടെ. ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് ആണോ? ഒരു ഇൻഡിവിജ്വലിനെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് ആണോ? ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളോ അത് ഒരു ഇൻഡിവിജ്വൽ ആയാലും അയാളെ കുറിച്ചുള്ള മെഡിക്കൽ ജഡ്ജ്മെന്റ് ആണോ ഡയഗ്നോസ് എന്ന് പറയുന്നത്? ആലോചിച്ച് പറയുക. സിമ്പിൾ ലാംഗ്വേജാ. പറയടേ. ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ആയാലും ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് പറയുന്ന പേരെന്താ? ഡയഗ്നോസ് അല്ലേ? ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡയഗ്നോസ് അല്ലേ? ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ആ കമ്മ്യൂണിറ്റിയോ ഇൻഡിവിജ്വലെ കുറിച്ചുള്ള ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് പറയുന്ന പേരെന്താ? ഡയഗ്നോസിസ് എന്ന് പറയാം. യെസ്. അതിനകത്ത് ആക്ച്വൽ പ്രോബ്ലംസ് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? ആ ഒരു പേഷ്യന്റ് അനുഭവിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞൂടെ? പേഷ്യന്റ് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞൂടെ? ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാത്ത കാര്യം ഇത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജ് പറയുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന ടോപ്പിക്കല്ലേ? കാരണം ഇത്രയും വർഷം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നഴ്സിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന എത്ര ആൾക്കാരുണ്ട്? ഇത്രയും വർഷം പഠിക്കുമ്പോൾ നഴ്സിംഗ് പ്രോസസ് സ്റ്റെപ്പ് മാത്രം പഠിച്ചുകൊണ്ട് പോകും എത്ര പേരുണ്ട്? സ്റ്റെപ്പ് മാത്രം പഠിച്ചുകൊണ്ട് പോകും. ആരെക്കൊണ്ടോ? ഉണ്ട്. പക്ഷെ അതിനകത്തേക്ക് പോലും പഠിക്കാൻ നിൽക്കാറില്ല, സമയം ചെലവഴിക്കാറില്ല. പക്ഷെ ഇവിടെ എന്റെ ക്ലാസ്സിൽ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യണം, ഉപകരിക്കും. സോ ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് പറയുന്ന പേരെന്താ? നഴ്സിംഗ് ഡയഗ്നോസ് ആണോ? അക്കോർഡിംഗ് ടു നന്ദ അനുസരിച്ച് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് പറയുന്ന പേരെന്താ? നഴ്സിംഗ് പ്രോസസ് അല്ലേ? ഒരു ഇൻഡിവിജ്വൽ ആകാം, ഒരു കമ്മ്യൂണിറ്റി കുറിച്ച് ആയിക്കൂടെ,
ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലം ആവാം, ഒരു ഇൻഡിവിജ്വൽ ഹെൽത്ത് പ്രോബ്ലം ആയാം. ആ ജഡ്ജ്മെന്റ് എപ്പോഴും പറഞ്ഞു തരാ നന്ദയല്ലേ പറഞ്ഞത്. ബേസിക്കലി നമ്മൾ സിമ്പിളായിട്ട് എപ്പോഴും இந்த നഴ്സിംഗ് ഡയഗ്നോസിനെ എങ്ങനെയാ പറഞ്ഞത്? ബേസിക്കലി നമ്മൾ എപ്പോഴും സിമ്പിളായിട്ട് இந்த നഴ്സിംഗ് ഡയഗ്നോസ് എങ്ങനെയാ പറഞ്ഞത്? നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആർക്ക് പറയാം? നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ആ പറഞ്ഞ എന്ത് നന്ദയെ വിടുക, നമ്മൾ എങ്ങനെ പറയും? നമ്മൾ എങ്ങനെ പറയും? നമ്മൾ എങ്ങനെ പറയും? ആലോചിച്ച് പോയിട്ട് നമ്മൾ എങ്ങനെ പറയും? പറയണേ ഇങ്ങോട്ട്. അസസ്മെന്റ് സമയത്ത് കിട്ടുന്ന இந்த ഡേറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റിലോട്ട് എത്തുന്നതാണോ നഴ്സിംഗ് ഡയഗ്നോസിസ്? നമ്മൾ ഫസ്റ്റ് ആയിട്ട് നഴ്സിംഗ് അസസ്മെന്റ് സമയത്ത് കിട്ടുന്ന ഡേറ്റയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റിൽ എത്തുന്നതാണോ നഴ്സിംഗ് ഡയഗ്നോസിസ്? നമ്മൾ പഠിക്കുന്നത് അതല്ലേ? നമ്മൾ എപ്പോഴും പഠിക്കുന്നത് അതല്ലേ? ശരിയാണോ അല്ലയോ? സിമ്പിൾ കാര്യമാ. നമുക്ക് അസസ്മെന്റ് സമയത്ത് കിട്ടുന്ന ഡേറ്റ നമ്മളെല്ലാവരും ഫിസിക്കൽ എക്സാമിൻ ചെയ്യുമ്പോൾ, ശരിയല്ലേ, എല്ലാവരും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ അസസ്മെന്റ് എല്ലാം ഡേറ്റ കളക്ഷൻ എല്ലാം ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റ ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് എത്തുന്നതിനെ പറയുന്ന പേരെന്താ? നഴ്സിംഗ് ഡയഗ്നോസ് അല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ശരി, പറഞ്ഞേരെ 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 എല്ലാവരും പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞിട്ടേ പോകുന്നിടത്ത് പോകുന്നു. പറഞ്ഞേ. നിങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ രാവിലെ 7 മണി ഉറങ്ങിയിട്ടുണ്ടോ? രാവിലെ 7 മണി വരെ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും രാവിലെ 7 മണി വരെ ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ടോ? രാവിലെ 7 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ലേ? ഉണ്ടോ? ഉണ്ട്. എപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്? എപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്? എപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്? രാവിലെ 7 മണി വരെ എപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്? എപ്പോൾ ഉണ്ട്? ഇന്നലെയാണ്? മുൻപ്? ഞാൻ അവസാനമായിട്ട് രാവിലെ 7 മണി വരെ ഉറങ്ങിയ സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ DHS എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ. കഴിഞ്ഞ DHS എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോളം ഞാൻ ഉറങ്ങി. എന്താണെന്നറിയാമോ? ഈ പറഞ്ഞതിന് വലിയൊരു ഭാരമില്ലേ? താഴെ വയ്ക്കാറില്ലേ? ശരിയല്ലേ? വലിയൊരു ഭാരമില്ലേ? അവർക്കെല്ലാം എല്ലാം കൊടുത്തു കഴിഞ്ഞു. അവർക്ക് പാസ്സാകാനുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞു. ശേഷം എന്താണ്? സുഖമായിട്ട് ഉറങ്ങാം. ടെൻഷൻ ഇല്ല. നാളത്തേക്ക് ഒരു ടെൻഷൻ ഇല്ല. നാളെ എന്താണ്? നാളെ എല്ലാവരും ഹാപ്പിയാണ്. കാരണം അവർക്ക് എന്താ പാസ്സാകാനുള്ള മാർക്ക് ഇതിന്റെ തിയറിയിൽ നിന്ന് കറക്റ്റ് 80 ക്വസ്റ്റ്യനും, ഇത് തിയറിയിൽ നിന്ന് കറക്റ്റ് 80 ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ 12 ക്വസ്റ്റ്യനും ഞാൻ കൊടുക്കും. 92 ക്വസ്റ്റ്യൻ ആയി. അത് എത്ര പഠിച്ചെഴുതിയാലും 70 മാർക്ക് കിട്ടും. 70 മാർക്ക് മാക്സിമം കിട്ടും. അവർ എല്ലാവരും ലിസ്റ്റിൽ വന്നു അവരുടെ വീഡിയോയിലും കണ്ടും കാണും. അതുകൊണ്ട് സുഖമായിട്ടന്ന് ഉറങ്ങി. ഇപ്രാവശ്യവും അതുപോലെ ഉറങ്ങാൻ സമ്മതിക്കോ? 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 പഠിക്കോ? 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 എവിടെ പഠിക്കും? ഞാൻ തലയിൽ കൈ വെച്ച് പറയാറുണ്ട്. ഇത് സത്യമായ കാര്യം പറയാം. ഞാൻ ഒന്നും ഇപ്പൊ കള്ളം പറയാറില്ല. നാളെ എന്താണ്? നാളെ നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഇല്ലേ, അത് കേട്ട് വേണം വേറെ ആൾക്കാർ പറയാം, അല്ലേ? ശരിയല്ലേ? സത്യമായ കാര്യം പറയാം. വേറെ ഒന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾ പറയുന്ന എന്താണ്, ഞാൻ ഇവിടെ പഠിച്ചിട്ടാണ് ഇങ്ങനെ പാസ്സായി എന്ന് പറയുമ്പോഴാണ് അടുത്ത കുട്ടികൾ പഠിക്കാൻ വിടല്ലേ? അടുത്ത 2-3 വർഷം കഴിഞ്ഞ ശേഷം, അടുത്ത 2 വർഷം കഴിഞ്ഞ ശേഷം അടുത്ത കുട്ടികൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞു വേണ്ടിയില്ല അറിയേണ്ടത്. അത് ഞാൻ പറയട്ടില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യം അവർക്കില്ല. നിങ്ങൾ പറഞ്ഞു വേണം അവർ പഠിക്കാൻ. സത്യമായ കാര്യമാണ്. സത്യമല്ലേ? നിങ്ങൾ നാളെ പറഞ്ഞാണ് അവർ വരാനുള്ളത്. ഞാൻ ഇവിടെ പഠിച്ചു ഇങ്ങനെ പാസ്സായി എന്ന് പറയുമ്പോൾ അവരടുത്ത് വരാനുള്ളത്. അവർക്കും വിജയം വേണ്ടതാണ്.
അല്ലാതെ ഞാൻ കള്ളമൊന്നും ഒരിക്കലും പറയാറില്ല. സത്യം പറയും. പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക, ഓരോ നിമിഷം കഷ്ടപ്പെട്ട് പഠിക്കുക. ഉറങ്ങരുത്, ഉറങ്ങരുത്, ഇപ്പൊ ഉറങ്ങരുത്. ഓക്കെ, പഠിക്കുമോ? ഇല്ല. എവിടെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഈ നിമിഷം കഷ്ടപ്പെടിക്കുക. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഈ നിമിഷം കഷ്ടപ്പെട്ട് പഠിക്കും. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, ഉറപ്പായും ഉണ്ടായിരിക്കും. എത്ര ദിവസം പഠിക്കുക? കഴിഞ്ഞ വർഷം എന്താണ് ഇതുപോലെയാണ് എല്ലാം പറയുള്ളൂ. അതുപോലെ പഠിക്കുക. ആ സമയം എത്തി പഠിക്കുക. സോ ബേസിക്കലി നമുക്ക് കിട്ടുന്ന അസസ്മെന്റ് സമയത്ത് കിട്ടുന്ന എന്താ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് കിട്ടുന്ന എന്താ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് പറയുന്ന പേരെന്താ? നഴ്സിംഗ് ഡയഗ്നോസ് അല്ലേ? അപ്പൊ ബേസിക്കലി നമ്മൾ എപ്പോഴും അസസ്മെന്റ് സമയത്ത് കിട്ടുന്ന എന്താ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് കൊണ്ട് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റിലോട്ട് എത്തുന്നതിനെ പറയുന്ന പേരെന്താ? നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? എന്താണ് ദ നഴ്സിംഗ് ഡയഗ്നോസ്? ക്ലിയർ ആയോ? അതാ ഫസ്റ്റ് കാര്യം. ക്ലിയർ ആയി. എത്ര ടൈപ്സ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസ് ഉണ്ട്? എത്രയുണ്ട്? അല്ല, എപ്പോഴും യൂസ് ചെയ്ത വാക്കാണ് ഡയഗ്നോസിസ്. നഴ്സിംഗ് ഡയഗ്നോസ് എത്ര ടൈപ്പ് ഉണ്ട് അത് പറയുന്ന മുമ്പേ എന്താണ് ഡയഗ്നോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡയഗ്നോസിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? വേർഡിന്റെ മീനിങ് എന്താ? എന്തായിരിക്കും അവിടെ? എപ്പോഴും ഡയഗ്നോസിസ് എന്താണ്, ഡയഗ്നോസ് എന്താണ് ചോദിക്കാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. എന്തായിരിക്കും അത്? ഒരു ഫിനോമിനെ കുറിച്ചുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണോ? ഒരു ഫിനോമിനെ കുറിച്ചുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണോ? ആണോ? ഒരു ഫിനോമിനെ കുറിച്ചുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരെന്താ? ഡയഗ്നോസ് അല്ലേ? ആണ്. അപ്പൊ എത്ര ടൈപ്സ് ഓഫ് ഡയഗ്നോസ് ഉണ്ട്? നമുക്ക് പഠിക്കാനായിട്ട് പ്രധാനമായിട്ട് ഫൗണ്ടേഷനകത്ത് നഴ്സിംഗ് പ്രോസസ്സിനകത്ത് 4 ടൈപ്സ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. 4 ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസ് ഉണ്ട്. പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസ് ഉള്ളത്. ഫസ്റ്റ് പേര് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യ പേപ്പർ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വൽ ഡയഗ്നോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ആക്ച്വൽ ഡയഗ്നോസിസ് ഉണ്ടോടെ? പറഞ്ഞേ. കണ്ടിട്ടുണ്ടായിരിക്കും. പറഞ്ഞു. കണ്ടുണ്ടോ? എവിടെയെങ്കിലും ആക്ച്വൽ ഡയഗ്നോസ് എന്നൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഓപ്ഷനകത്ത് ആക്ച്വൽ ഡയഗ്നോസ് കണ്ടിട്ടുണ്ട്. സോ 4 ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈപ്പായ ആക്ച്വൽ എന്ന് പറയാം. എന്താ ആക്ച്വൽ ഡയഗ്നോസ് എന്ന് പറയാം? ആക്ച്വൽ ഡയഗ്നോസിസ് എന്തായിരിക്കും? സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയാം. സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റും. അഡ്മിഷൻ ടൈം. ശരിയാണ്. ഒരു പേഷ്യന്റിനെ ഫസ്റ്റ് അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഡയഗ്നോസ് പറയുന്ന പേരെന്താ? ഒരു പേഷ്യന്റ് അടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് അസസ്മെന്റ് സമയത്ത്, നഴ്സിംഗ് അസസ്മെന്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഡയഗ്നോസിനെ പറയുന്ന പേരെന്താ? ഒരു പേഷ്യന്റ് അടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് അസസ്മെന്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഡയഗ്നോസിനെ പറയുന്ന പേരെന്താ? ഇങ്ങനെ പഠിക്കണേ. പേഷ്യന്റ് അടുത്ത് ഫസ്റ്റ് പോയി, സ്റ്റാഫ് നേഴ്സ് ആണ് അടുത്ത് പോയി, ആ സമയത്ത് അസസ്മെന്റ് സമയത്ത് പോവുകയാണ്. അസസ്മെന്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഡയഗ്നോസിനെ പറയുന്ന പേരെന്താ? പറയാം. ആക്ച്വൽ ഡയഗ്നോസ് അല്ലേ? അതെങ്ങനെ കിട്ടും? അസസ്മെന്റ് സമയത്ത് എന്ത് കിട്ടും? ഒരു പേഷ്യന്റ് അസസ് എന്ത് കിട്ടും? സയൻസും സിംറ്റം കിട്ടും. കിട്ടാറുണ്ടോ? പേഷ്യന്റ് അസസ് സമയത്ത് സയൻസും സിംറ്റം കിട്ടാറുണ്ടോ? ഒരു പേഷ്യന്റ് അസസ് സമയത്ത് നമ്മൾ ചുമ്മാ ഒന്നും പറയില്ല. നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ആക്ച്വൽ ഡയഗ്നോസ് പറയുന്നത്?
നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ആക്ച്വൽ ഡയഗ്നോസിസ് പറയുന്നത്? പേഷ്യന്റിന് ദ പ്രസന്റ് ആയിട്ടുള്ള അറ്റ് പ്രസന്റ് ടൈമിലുള്ള പേഷ്യന്റിന് അറ്റ് പ്രസന്റ് ടൈമിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെ? പേഷ്യന്റിന് അറ്റ് പ്രസന്റ് ടൈമുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിന് നമ്മൾ ദ ബേസ് എപ്പോഴും ആക്ച്വൽ ഡയഗ്നോസിസ് പറയുന്നത്. പേഷ്യന്റിന് അറ്റ് പ്രസന്റ് ടൈമിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിനെ ബേസ് ചെയ്താണ് നമ്മൾ എപ്പോഴും ആക്ച്വൽ ഡയഗ്നോസിസ് പറയുന്നത്. ഓർമ്മിക്കുക, ആക്ച്വൽ ഡയഗ്നോസിസ് നമ്മൾ അത് എപ്പോ ചെയ്യും? അസസ്മെന്റ് സമയത്താണ്. മറക്കരുത്, ആക്ച്വൽ ഡയഗ്നോസിസ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന എപ്പോഴാ? അസസ്മെന്റ് സമയത്താണ്. ക്ലയന്റിന്റെ പ്രസന്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ എപ്പോഴും എന്ത് വിളിക്കാം? ആക്ച്വൽ ഡയഗ്നോസിസ് വിളിക്കുക. അല്ലെ, ഒരു ക്ലയന്റിന്റെ പ്രസന്റ് സമയത്തുള്ള പ്രോബ്ലംസിനെല്ലാം ആക്ച്വൽ ഡയഗ്നോസിസിനെ വിളിക്കാം ബേസ്ഡ് ഓൺ സയൻസ് ഓഫ് സിംറ്റംസ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ദ ഡയഗ്നോസിസ് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് ഓഫ് ദ ഡയഗ്നോസിസ് കിട്ടിയോ? ആലോചിച്ച് നോക്കി. ഒരു പുതിയ പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് അടുത്ത് പോയി, പേഷ്യന്റ് എല്ലാം പറയുന്നു, സയൻസ് സെന്റർ നോക്കുന്നു. ആ സമയത്ത് കിട്ടുന്നല്ലേ ഇത്? ശരിയല്ലേ? ഫസ്റ്റ് അസസ്മെന്റ് സമയത്ത് കിട്ടുന്നല്ലേ? അല്ലേ? യെസ്. സെക്കൻഡ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതാ? സെക്കൻഡ് ടൈപ്പ് അസസ്മെന്റ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഓഫ് ദ ഡയഗ്നോസിസ് ഏതാ? മൊത്തം 4 ഉണ്ടെന്ന് പറഞ്ഞു, 4 ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ആക്ച്വൽ പറഞ്ഞു. സെക്കൻഡ് ഇതാ ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ്. സെക്കൻഡ് ടൈപ്പ് ചെയ്ത ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ്. ഈ ഒരു പേര് കേട്ടല്ലോ, ഈ ഒരു പേര് അധികം കേട്ടല്ലോ. അധികമായിട്ട് ആരും ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് എന്ന ചോദ്യം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? പക്ഷെ വേറെ എവിടെയോ കമ്മ്യൂണിറ്റിക്കകത്ത് ഹെൽത്ത് പ്രൊമോഷൻ അറിയാമല്ലോ. വേറെ കമ്മ്യൂണിറ്റിക്കകത്ത് പഠിക്കാറുണ്ട് ഹെൽത്ത് പ്രൊമോഷൻ. ഓർമ്മയുണ്ടോ? ഹെൽത്ത് പ്രൊമോഷൻ അതെവിടെ പഠിക്കുവാണേ പറഞ്ഞ്. കമ്മ്യൂണിറ്റിക്കകത്ത് ഹെൽത്ത് പ്രൊമോഷൻ കേൾക്കാറുണ്ട്. ഹെൽത്ത് പ്രൊമോഷൻ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ? ഹെൽത്ത് പ്രൊമോഷൻ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ? ഹെൽത്ത് പ്രൊമോഷൻ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ കമ്മ്യൂണിറ്റിക്കകത്ത് പഠിക്കുന്നത്? ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ? ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും ആണോ? ആണ്. അത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? ഇൻ ദ ലെവൽസ് ഓഫ് പ്രൊമോഷനകത്ത് പ്രൈമറി ആണോ, പ്രൈമോറി ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷൻ പ്രൈമറി അല്ലെ? പ്രൈമറി അല്ലേ? പ്രൈമറി അല്ലേ? കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇവിടെ ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് പറയാൻ എന്താ? ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഡയഗ്നോസിസ് പഠിച്ചു. സെക്കൻഡ് ഉള്ളതാ ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ്. ഇതുവരെ ഡയഗ്നോസിനകത്ത് പേര് കേട്ടില്ലെങ്കിൽ പഠിക്കുക. ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് പറയാൻ എന്താ? എന്തായിരിക്കും? എക്സാം പറയുകയാണെങ്കിൽ എക്സാമ്പിൾ വെച്ച് മനസ്സിലാവും. ശരിക്കും പറഞ്ഞ് ഇത് പഠിക്കണമെങ്കിൽ എക്സാമ്പിൾ വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് അടുത്തേക്ക് നിങ്ങൾ പോകുന്നു. രാവിലെ എന്താണ് നന്നായിട്ട് ഒരുങ്ങി പേഷ്യന്റ് അടുത്ത് പോകുന്ന സമയത്ത് പേഷ്യന്റ് ഭയങ്കര എന്താ റെസ്പിറേറ്ററി പ്രശ്നമാണ്, നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ നമ്മുടെ പേഷ്യന്റ് ആക്ച്വൽ ഡയഗ്നോസിസ് എന്താ? രാവിലെ എന്താണ് കുളിക്കാതെ നനയ്ക്കാതെ പേഷ്യന്റ് അടുത്ത് പോവുകയാണ്, എന്താണ് ഒരുങ്ങി പോവുകയാണ്. സമയം എന്താണ്? ആ പേഷ്യന്റ് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്, റെസ്പിറേറ്ററി പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പേഷ്യന്റ് ആക്ച്വൽ ഡയഗ്നോസിസ് എന്താ? ആക്ച്വൽ ഡയഗ്നോസിസ് എന്താ? ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ ആക്ച്വൽ ഡയഗ്നോസിസ് എന്താ എഴുതും? ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ ആക്ച്വൽ ഡയഗ്നോസിസ് എന്താ എഴുതൂടെ? പറഞ്ഞുകൂടെ? അറിയാം നിങ്ങൾക്ക്? ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ പേഷ്യന്റ് അടുത്ത് പറഞ്ഞേ ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ ഉപയോഗിക്കോ? ആ ഒരു വാക്ക് ഉപയോഗിക്കോ? അവിടെ എഴുതി വെക്കാറുണ്ടോ? ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ എഴുതി വെക്കാറില്ലേ? അത് എന്ത് ഡയഗ്നോസാ? ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ എഴുതണമെങ്കിൽ എന്ത് ഡയഗ്നോസാ? നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് റെസ്പിറേഷൻ കൂടുതലാണ്, സ്റ്റേറൽ റെസ്പിറേഷൻ ആണ്. എന്താണ് ഇത്? ആക്ച്വൽ അല്ലേ? നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് എന്താണ്? റെസ്പിറേഷൻ കൂടുതലാണ്, സ്റ്റേറൽ റെസ്പിറേഷൻ. വലിച്ചിരിക്കുകയാണല്ലേ? വലിച്ചല്ലേ? എനിക്ക് കൊണ്ട് കേട്ടോ ഇന്ന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി.
ഇപ്പോഴൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. സ്റ്റേണൽ റെസ്പിറേഷൻ കേട്ടോ. അത് എന്ത് റെസ്പിറേഷനാണ്? അത് എന്ത് തരമായിരിക്കും? എന്ത് തരം ഡയഗ്നോസ്? ആക്ച്വൽ ഡയഗ്നോസ് അല്ലേ? ഡയഗ്നോസ് അല്ലേ? ആണോ? ആക്ച്വൽ ആണ് അല്ലെ? നമുക്ക് കാണാൻ പറ്റും. റെസ്പിറേഷൻ കൂടാറുണ്ട്. സ്റ്റേണൽ ബ്രീത്തിങ് ആയിരിക്കും നമുക്കതിന് ആക്ച്വൽ ഡയഗ്നോസ് പറയാം. അതേസമയം ക്ലയന്റിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, സ്മോക്കിംഗ് ചെയ്യാറുണ്ടോ? ചോദിക്കാറുണ്ടോ? സ്മോക്കിംഗ് ചെയ്യാറുണ്ടോ? ചോദിക്കാറുണ്ട്. അത് ഒക്കുപേഷൻ ഹസാർഡോട് ജോലി ചെയ്യുന്ന ആളാണോ? അത് ഡസ്റ്റോട് ജോലി ചെയ്യുന്ന ആളാണോ? അത് എന്ത് ഡയഗ്നോസാണ്? പേഷ്യന്റിന്റെ അടുത്ത് സ്മോക്ക് ചെയ്യാറുണ്ടോ എന്നും ജോലി ചെയ്യുന്ന സ്ഥലം പൊല്യൂഷനോ ഓർ ഡസ്റ്റോ ഉള്ളിടത്ത് വർക്ക് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഡയഗ്നോസാ? ആർക്ക് പറയാം? ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസ് അല്ലേ? ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസ് അല്ലേ? നമ്മൾ പേഷ്യന്റ് ചോദിക്കുകയാണ് അല്ലെ, എന്താണ് ഈ പറഞ്ഞ ഡസ്റ്റ് എടുത്ത് വർക്ക് ചെയ്യാണോ? സ്മോക്ക് ചെയ്യാറുണ്ടോ? സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യാറുണ്ടോ? അത് ഒക്കുപേഷൻ ഹസാർഡ് എടുത്ത് വർക്ക് ചെയ്യണോ എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഡയഗ്നോസാ? അത് അത് എന്താണ് ഇവിടെ? ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസ് അല്ലേ? ശരിയല്ലേ? എന്തിനു വേണ്ടിയാ? മുമ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആക്ച്വൽ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് അറ്റ് പ്രസന്റ് ഉള്ള പ്രോബ്ലം അല്ലേ? ആക്ച്വൽ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് അറ്റ് പ്രസന്റ് ഉള്ള പ്രോബ്ലം അല്ലേ? ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയാണോ? ഇത് ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഷ്യന്റ് ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പേഷ്യന്റ് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ് എന്താ? പേഷ്യന്റിന്റെ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനും പേഷ്യന്റിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും പേഷ്യന്റ് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ് ഏതാ? ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസ് അല്ലേ? നമ്മുടെ പേഷ്യന്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നോക്കുന്ന ടൈപ്പ് ആയിരിക്കും ഹെൽത്ത് പ്രൊമോഷൻ അല്ലേ? പേഷ്യന്റിന്റെ ന്യൂട്രീഷൻ നോക്കുന്നത് ഹെൽത്ത് പ്രൊമോഷൻ അല്ലേ? ഇതിനു വേണ്ടിയാണ് അല്ലേ? പേഷ്യന്റ് ആൽക്കഹോൾ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത് ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗമല്ലേ? നിങ്ങൾ ചോദിക്കാറില്ല ഇതൊക്കെ? നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ടോ? സ്മോക്ക് ചെയ്യാറുണ്ടോ? ആൽക്കഹോൾ കഴിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അതെല്ലാം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലയന്റിന്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കാറില്ലേ? അതെല്ലാം യെസ് എന്ന് പറയുകയാണെങ്കിൽ ആ ക്ലയന്റിന്റെ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഹെൽത്ത് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. സെക്കൻഡ് ടൈപ്പ് കിട്ടിയോ? സെക്കൻഡ് ടൈപ്പ് ഓഫ് ദ നഴ്സിംഗ് ഡയഗ്നോസ് കിട്ടിയോ? 2 ടൈപ്പ് നഴ്സിംഗ് കിട്ടിയോ? ഇത് സ്ക്രീനിൽ കാണുന്ന വെറും നോട്ട് വായിച്ചാൽ മനസ്സിലാവും. ഇത് ക്ലാസ്സില്ലാതെ വെറും നോട്ട് മാത്രം വായിച്ചാൽ മനസ്സിലാവും. ഇത് ക്ലാസ്സിൽ പഠിക്കാതെ വെറും നോട്ട് മാത്രം വായിച്ചാൽ ഇത് മനസ്സിലാവില്ല. ഒരിക്കലും മനസ്സിലാവില്ല. സത്യം പറയുമ്പോൾ ചില കാര്യമില്ല, നമ്മൾ ചില കാര്യങ്ങൾ ഇത് നോട്ട് മാത്രം പഠിച്ചാൽ ഒരിക്കലും അതിൻ്റെതായ ഇത് എക്സ്പ്ലനേഷൻ വേണം, എക്സാമ്പിൾ വേണം. ഓക്കെ. അപ്പൊ 2 ടൈപ്പ് കിട്ടിയോ? 2 ടൈപ്സ് ഓഫ് ദ നഴ്സിംഗ് ഡയഗ്നോസ് കിട്ടിയോ? ഇന്നത്തെ മൂന്നാമത്തെ ആരാ? ദ റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ്. സൗണ്ട് ഉണ്ടോ? സൗണ്ട് പോകാൻ കാരണം അറിയാമോ? ഇടയ്ക്ക് എന്റെ കൈ വെറുതെ ഇരിക്കില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കൈ എന്താണ്? കൈ വെറുതെ ഇരിക്കില്ല കേട്ടോ. കൈ ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും ഞാൻ പറയുമ്പോ ഇല്ലേ അങ്ങനെ പോകും. അപ്പൊ അതാ കേട്ടോ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണ് ഒരു കൈ ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന കേട്ടോ, തെറ്റാറുണ്ട്. ഞാൻ അറിയില്ല. സോ ഫസ്റ്റ് 2 കിട്ടിയല്ലോ. 2 ടൈപ്പ് കിട്ടിയോ? 2 ടൈപ്പ് കിട്ടിയോ? കിട്ടി. അടുത്ത തേർഡ് ഏതാ? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് പറയുന്നത് എന്താ? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് ആ ഒരു പേര് തന്നെ ഉണ്ട്. എന്താണ് റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ്? റിസ്ക് അല്ല, റിസ്ക് ആണ്. എന്തായിരിക്കും? ഇവിടെ
അസസ്മെന്റ് സമയത്ത് പ്രശ്നമുണ്ടോ? അസസ്മെന്റ് സമയത്ത് പ്രശ്നമുണ്ടോ? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഇൻ ദ റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ അസസ്മെന്റ് സമയത്ത് പ്രശ്നമുണ്ടോ? എന്റെ ചോദ്യം ഇതാണ്. ദ റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ അസസ്മെന്റ് സമയത്ത് പേഷ്യന്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ? ദ റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ അസസ്മെന്റ് സമയത്ത് പേഷ്യന്റ് എല്ലാം പറയട്ടെ, ഇത്തരം പറയട്ടെ, ഇങ്ങോട്ട് ഇത്തരം പറഞ്ഞില്ലാരും നോക്കട്ടെ. റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് പറയുമ്പോൾ അസസ്മെന്റ് സമയത്ത് ഇന്ന് പ്രശ്നം ഉണ്ടായിരിക്കും. ഇല്ല. പക്ഷേ പേഷ്യന്റെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം അസുഖം വരാമോ? ഒരു ലൈഫ് സ്റ്റൈൽ കാരണം അസുഖം വരാമോ? ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനെയുള്ള അസുഖം കാരണം വരാമോ? അത് റിസ്ക് അല്ലേ? ആർക്കും ഉണ്ട് ഇതിനകത്ത് ആർക്കൊക്കെ ഹൈപ്പർ ടെൻഷനും ആൻഡ് ഡയബറ്റീസും ഉണ്ട്? സത്യം പറഞ്ഞു, ഇതിനകത്ത് ആർക്കൊക്കെ ഹൈപ്പർ ടെൻഷനും ആൻഡ് ഡയബറ്റീസും ഉണ്ട്? ആർക്കൊക്കെ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉണ്ട്? ഉണ്ടോ? ഇതുവരെ ഇല്ല. കഴിഞ്ഞ ഡിസംബറിൽ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്റെ ബി നോർമലായിരുന്നു. ഡിസംബറിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്റെ ബി നോർമലായിരുന്നു. ഇപ്പം 150 വരെ പോകാറുണ്ട്. 150, 90, 150, 100. ഈ ഒരു മാസം എത്തിയപ്പോ 150, 100 പോയി. നീ നോക്കിയപ്പോ 150, 100 പോയിട്ടുണ്ട്. ഓരോ നിമിഷം ഓരോ ആൾക്കാർ എന്താണ് സാർ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിപ്പോയി, ഫോൺ താഴെ പൊട്ടിപ്പോയി, റെക്കോർഡ് തരുമോ, നോട്ട് തരുമോ? സാർ അതെന്താ ഇതെന്താ? ഉണ്ടല്ലോ, ചോദിക്കാറില്ലേടെ ആരെങ്കിലും? ഉണ്ടല്ലോ, ഉണ്ട് ചോദിക്കും കേട്ടോ, ചോദിക്കും, കുഴപ്പമില്ല. സോ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം ഹൈപ്പർ ടെൻഷനോ ഒരു ഡയബറ്റീസോ അങ്ങനെ അസുഖം വരാം. അതിന് ഇത് റിസ്ക് ഫാക്ടർ ആയിക്കൂടെ? ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഒരാൾ ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരാൾക്ക് അവിടെ അഡ്മിറ്റ് ആവുമ്പോൾ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ആകും. ഇപ്പൊ നിങ്ങൾ പോയി ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണ്, അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ആകുമോ? അവിടെ ഹോസ്പിറ്റൽ ഒരു റിസ്ക് ഫാക്ടർ ആകുമോ? എന്തായിരിക്കും അത്? റിസ്ക് ഫോർ ഇൻഫെക്ഷൻ അല്ലേ, ഓർ ദ ക്രോസ് ഇൻഫെക്ഷൻ അല്ലേ? നിങ്ങൾ ഒരാൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയ സമയത്ത് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ക്രോസ് ഇൻഫെക്ഷൻ വന്നൂടെ? അങ്ങനെയുള്ള റിസ്ക് ഫാക്ടർ ഉള്ള ഡയഗ്നോസിനെ പറയുന്ന പേരെന്താ? ഇല്ലായിരുന്നു, അവിടെ പോയപ്പോഴും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പോയ ശേഷമാണ് റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? അപ്പൊ റിസ്ക് ഫാക്ടർ ഉള്ള ഡയഗ്നോസിനെ പറയുന്ന പേരെന്താ? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസ് അല്ലേ അത്? ആണല്ലേ? യെസ്. അപ്പൊ 3 തരത്തിലുള്ള ഡയഗ്നോസിസ് പഠിച്ചു. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഡയഗ്നോസിസ്, സെക്കൻഡ് വൺ ഈസ് the health promotion diagnosis, and the third one is the nursing risk diagnosis. Clear? Then കിട്ടിയോ? മൂന്നും കിട്ടിയോ? എല്ലാവരും കിട്ടി. And the fourth one is the syndrome diagnosis. നാലാമത്തെ ടൈപ്സ് ഓഫ് ഡയഗ്നോസിസ് ആണ് the syndrome diagnosis. എന്തായിരിക്കും syndrome diagnosis? എന്താണ് syndrome diagnosis സിൻഡ്രോം ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം? എപ്പോഴെങ്കിലും ഒരു പേഷ്യന്റ് എടുത്ത് പോയ സമയത്ത് ആ പേഷ്യന്റ് ഇന്റർവെൻഷൻ ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഒരു കൂട്ടം ക്ലിനിക്കൽ ഡയഗ്നോസ് കിട്ടുന്നുണ്ടോ? ഒരു പേഷ്യന്റ് എടുത്ത് പോയ സമയത്ത് ഒരു കൂട്ടം ക്ലിനിക്കൽ ഡയഗ്നോസ് കിട്ടുന്നുണ്ടോ? ഒരു ക്ലസ്റ്റർ ഓഫ് ക്ലിനിക്കൽ ഡയഗ്നോസ് കിട്ടുന്നുണ്ടോ?
എപ്പോഴെങ്കിലും ഒരു ഇന്റർവെൻഷൻ സമയത്ത് ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് ഡയഗ്നോസിസ് ഉണ്ടോ? ഒരു ക്ലസ്റ്റർ ഓഫ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഉണ്ട്. ഒരു കൂട്ടം അതിനെ പറയുന്ന പേരിലെ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് എടുത്ത് പോയ സമയത്ത്, ഇത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യന്റ് എടുത്ത് പോയ സമയത്ത് ഫസ്റ്റ് എന്താ ഇൻഎഫക്ട് ചെയ്ത ബ്രീത്തിങ് പറ്റണല്ലേ? ശരിയല്ലേ? ഫസ്റ്റ് പോയ സമയത്ത് ഇൻഎഫക്ട് ചെയ്ത ബ്രീത്തിങ് പേര് കണ്ടു. അതുപോലെ തന്നെ ഒരു വാക്ക് പറയാറുണ്ട്, ഇംപേർഡ് എന്താ എയർവേ ക്ലിയറൻസ് പറയാറുണ്ടോ? ഇൻഎഫക്ട് ചെയ്ത ബ്രീത്തിങ് പാറ്റേണും അത് ഇംപേർഡ് ദ എയർവേ ക്ലിയറൻസും ഇംപേർഡ് ദ ബ്രീത്തിങ് പാറ്റേൺ എന്നും എല്ലാം പറയാറില്ലേ? അത് റെസ്പിറേറ്ററി പാറ്റേൺ പ്രശ്നമുണ്ടെന്നും പറയാറില്ലേ? അപ്പൊ ഒരുപാട് ഡയഗ്നോസിസ് ചേർത്ത് പറയുന്ന പേരെന്താ? ഒരുപാട് ഡയഗ്നോസിസ് ഇല്ല, ഒരു ക്ലസ്റ്റർ ഓഫ് ഡയഗ്നോസിസ് എല്ലാം കൂട്ടത്തോടെ പറയുന്ന പേരെന്താ? സിൻഡ്രോം ഡയഗ്നോസിസ് അല്ലേ? മിക്കവാറും ഇത് പറയുന്ന എപ്പോഴും റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി പ്രശ്നം പറയുമ്പോൾ പറയുന്നില്ല, സിൻഡ്രോം അത് പറയുന്നത് കണ്ടുണ്ടോ? ഡോക്ടേഴ്സ് എഴുതുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് കണ്ടിട്ടുണ്ടോ? RDS ഒക്കെ പറയാറല്ലേ? ചോദിക്കാറുണ്ട്, 4 ടൈപ്പ് പഠിച്ചോ? 4 ടൈപ്പ് പഠിച്ചോ? 4 ടൈപ്സ് പഠിച്ചോ? ഇതൊരു ചാപ്റ്റർ ആണ്. ഈ 4 ടൈപ്സും ഒരു ചാപ്റ്റർ ആണ് പഠിക്കുക. ശേഷം ദ കോമ്പൗണ്ട്സ് ഓഫ് ദ നന്ദ ഡയഗ്നോസിസ് അടുത്ത് പഠിക്കാനുള്ള കാര്യമാണ്. ദ കോമ്പൗണ്ട്സ് ഓഫ് ദ നന്ദ ഡയഗ്നോസിസ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ദ നഴ്സിംഗ് ഡയഗ്നോസിനകത്ത് സെക്കൻഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ദ കോമ്പൗണ്ട്സ് ഓഫ് നന്ദ ഡയഗ്നോസിസ്. എത്ര കോമ്പൗണ്ട്സ് ഉണ്ട്? വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഫ്യൂച്ചറിൽ എക്സാമിന് ചോദിക്കും, എത്ര കോമ്പൗണ്ട്സ് ഉണ്ട് നന്ദ ഡയഗ്നോസിസ്? പ്രധാനമായിട്ടും എത്ര കോമ്പൗണ്ട്സ് ഉണ്ട്? 3 കോമ്പൗണ്ട്സ് ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് 3 കോമ്പൗണ്ട്സ് പറയാൻ സാധിക്കും. ഏതൊക്കെയാ? ഇത് 3 കോമ്പൗണ്ട്സ് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നഴ്സിംഗ് ഡയഗ്നോസിസ് 3 പാർട്ടായി തരംതിരിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് പ്രധാനമായിട്ടും 3 പാർട്ടുകളായിട്ട് എപ്പോഴും ഡിവൈഡ് ചെയ്ത് നമുക്ക് സാധിക്കും. അത് ഏതൊക്കെയാന്ന് നോക്കാമോ? നഴ്സിംഗ് ഡയഗ്നോസിസ് പ്രധാനമായിട്ടും 3 പാർട്ടായിട്ട് 3 കോമ്പൗണ്ട്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് ദ ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ദ ഡെഫിനിഷൻ. 3 കോമ്പൗണ്ട് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ദ ഡെഫിനിഷൻ എന്ന് പറയാൻ എന്താ? ദ ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയാൻ എന്താ? ഒന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഒന്ന് ഗസ് ചെയ്യാമോ? ആർക്കെങ്കിലും പറയാമോ എന്താ ഇത്? എനിവൺ ഒന്ന് ഗസ് ചെയ്താരെങ്കിലും ഒന്ന് ചെയ്തേ. ഗസ് ചെയ്തേ. അറിയാമെങ്കിൽ അറിയാന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. സാർ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ദ ഡെഫിനിഷൻ എന്ന് പറയാൻ എന്താ? ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ദ ഡെഫിനിഷൻ എന്ന് പറയാൻ എന്തായിരിക്കും? ഒരു ക്ലയന്റിന്റെ യഥാർത്ഥ ഹെൽത്ത് പ്രോബ്ലം പറയുന്നതാണോ? ഒരു ക്ലയന്റിന്റെ യഥാർത്ഥ ഹെൽത്ത് പ്രോബ്ലം പറയുന്നതാണോ? ഡയഗ്നോസ്റ്റിക് ലേബൽ എന്ന് പറയുമ്പോൾ ഒരു ക്ലയന്റിന്റെ യഥാർത്ഥ ഹെൽത്ത് പ്രോബ്ലം പേഷ്യന്റ് പറയുന്നതാണോ? ആണ്. അല്ലെങ്കിൽ നഴ്സിംഗ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമുക്കിട്ട് റെസ്പോൺസ് ആണോ? ഒന്നുകിൽ പേഷ്യന്റ് പറയുക, അല്ലെങ്കിൽ നഴ്സിംഗ് തെറാപ്പി സമയത്ത് പേഷ്യന്റ് നമ്മൾ പറയുന്നതാണോ? ആണ്. അപ്പൊ ഒരു ക്ലയന്റിന്റെ എന്താണോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലെ അത് ഒരു ക്ലയന്റിന്റെ എന്താണോ ഒരു പ്രോബ്ലം അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നല്ലേ ഇത്? ഒരു ക്ലയന്റിന്റെ എന്താണോ പ്രോബ്ലം അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് വിളിക്കാം ഡയഗ്നോസ്റ്റിക് ലേബൽ ആൻഡ് ദ ഡെഫിനിഷൻ എന്ന് പറയാം. ഒരു ക്ലയന്റിന്റെ എന്താണോ പ്രോബ്ലം അതിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പറയുകയാണെങ്കിൽ അതെന്ത് വിളിക്കാം? ഡയഗ്നോസ്റ്റിക് ലേബലും ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയാറില്ലേ? ശരിയല്ലേ? പറയാറില്ലേ?
വരുന്നുണ്ടോ എവിടെയെങ്കിലും? ഈ പറഞ്ഞ ആ ലേബൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ സമയത്ത് പേഷ്യന്റ് പറയുന്ന കാര്യത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ പറയുന്ന പേഷ്യന്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പേഷ്യന്റിന്റെ ദ പ്രോബ്ലം എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ദ പ്രോബ്ലം എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ചോദ്യം. പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുന്ന പേഷ്യന്റെ പ്രോബ്ലം ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമില്ല. ആർക്ക് പറയും? ആർക്ക് പറയും? പേഷ്യന്റ് പറയുന്ന പേഷ്യന്റ് പ്രോബ്ലം എന്ന സ്റ്റേറ്റ്മെന്റ് ആ ഒരു അസുഖത്തിന് നമുക്ക് ചേഞ്ച് ചെയ്തൂടെ? ചേഞ്ച് ചെയ്തൂടെ? ചെയ്യാൻ പറ്റുമല്ലോ. ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. പേഷ്യന്റ് പറയുന്ന പേഷ്യന്റ് പ്രോബ്ലം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പതിയെ പതിയെ നഴ്സിംഗ് തെറാപ്പിയോട് ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ? പറ്റൂലേ? പറ്റും, 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 സാധിക്കും അല്ലേ? സാധിക്കില്ലേടേ? എങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഇത് നഴ്സിംഗ് കെയർ കൊടുക്കാറുണ്ട്. എങ്കിൽ ഇത് നഴ്സിംഗ് ഡയഗ്നോസിന്റെ ലേബൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു നഴ്സിംഗ് ഡയഗ്നോസിന്റെ ലേബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നഴ്സിംഗ് ഡയഗ്നോസിന്റെ ഇത് ലേബൽ എന്തൊക്കെയാ അറിയണം, പഠിച്ചിരിക്കണം. കോമൺ ആയിട്ട് ഇത് നഴ്സിംഗ് ഡയഗ്നോസ് നമ്മൾ യൂസ് ചെയ്യുന്ന ലേബൽസ് ഏതൊക്കെയാ? പേര് അറിയാം, ഫെമിലിയർ നെയിംസ് ആണ്. പക്ഷെ പഠിക്കേണ്ടത് ഇവിടെയാണെന്ന് മാത്രം ഇത്രയും വർഷമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിൽ പഠിക്കുക. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നഴ്സിംഗ് ഡയഗ്നോസിന്റെ ഇത് ലേബൽസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് എന്തൊക്കെയുണ്ട്? ഡയഗ്നോസ്റ്റിക് ലേബൽസ് ഏതൊക്കെയാ? ഡയഗ്നോസ്റ്റിക് ലേബൽസ് ഏതൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്തേ, എക്സ്ട്രാ കമന്റ് ചെയ്തേ. ഇൻഎഫക്റ്റീവ് എന്നും ഇംപെയർഡ് എന്നും ഡെഫിഷ്യന്റ് എന്നും പറയാറുണ്ടായിരിക്കും. ഇൻഎഫക്റ്റീവ് എന്നും ഇംപെയർഡ് എന്നും ഡെഫിഷ്യന്റ് എന്നും ആൻഡ് ഡിക്രീസ്ഡ് എന്നും കോംപ്രമൈസ്ഡ് എന്നും പറയാറുണ്ടായിരിക്കും എപ്പോഴെങ്കിലും? എവിടെയെങ്കിലും ഇത് നഴ്സിംഗ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പേഷ്യന്റ് ഇത് നഴ്സിംഗ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വാക്കുകൾ യൂസ് ചെയ്തിട്ടില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് നഴ്സിംഗ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഈ ടേംസ് എല്ലാം യൂസ് ചെയ്തിട്ടില്ലേ? അതെല്ലാമല്ലേ ഡയഗ്നോസ് ലേബൽസ്. ഡെഫിഷ്യന്റ് എന്നും ഇംപെയർഡ് എന്നും ഇൻഎഫക്റ്റീവ് പറയാറുണ്ടോ? ഇൻഎഫക്റ്റീവ് ഉണ്ടോ? ഉണ്ട്. ആൻഡ് ഡിക്രീസ് പറയാറുണ്ടോ? ഉണ്ട്. കോംപ്രമൈസ്ഡ് പറയാറുണ്ടോ? ഉണ്ട്. ഇവയെല്ലാം എന്താ? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ലേബൽസ് ആണ്. അറിയാറില്ലേ? ഫസ്റ്റ് പറയുന്നത് ഡെഫിഷ്യൻ. എന്തായിരിക്കും ഇത്? അത് മീനിങ് എന്താ? ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വാക്കിന് മീനിങ് എന്താ? ഇതൊരു എക്സാമ്പിൾ പറയാം. പണ്ട് വർക്ക് ചെയ്യുമ്പോ എന്താണ് അല്ല ഡെഫിഷ്യൻ എന്ന് പറയുമ്പോൾ ഇത് പൂർ നോളജ് മാത്രമല്ല. നഴ്സിംഗ് ഡയഗ്നോസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പേഷ്യന്റിന് ഡീഹൈഡ്രേഷനും വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റിന് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഡിക്രീസ് അല്ല, ഡെഫിഷ്യൻ യൂസ് ചെയ്യാറുണ്ടോ? ഫ്ലൂയിഡ് വോളിയം ഡെഫിഷ്യന്റ് എന്നൊക്കെ പേഷ്യന്റ് ഡീഹൈഡ്രേഷൻ ഒക്കെ ഒരു സമയത്ത് ഫ്ലൂയിഡ് വോളിയം ഡെഫിഷ്യൻ പറയാറില്ലേ? പേഷ്യന്റ് ഈ പറഞ്ഞ ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തൊക്കെ ഫ്ലൂയിഡ് വോളിയം ഡെഫിഷ്യൻ പറയാറുണ്ടോ? അവിടെ പറയാറുണ്ടോ? അപ്പൊ അതെന്ത് സ്റ്റേറ്റ്മെന്റാ? അതൊരു ഡയഗ്നോസിക് ലേവലിലെ ഫ്ലൂയിഡ് വോളിയം ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡയഗ്നോസിക് ലേബൽ ആണല്ലോ. ഫ്ലൂയിഡ് വോളിയം ഡെഫിഷ്യൻ എന്ന് പറയുമ്പോൾ അതൊരു ഡയഗ്നോസിക് ലേബൽ അല്ലേ? എക്സാമ്പിൾ കിട്ടിയല്ലോ, എക്സാമ്പിൾ കിട്ടി. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്ത ലേബലാണ് ഇംപെയർഡ് എന്ന വാക്ക്. നമ്മൾ കോമൺ ആയിട്ട് രണ്ടാമത് യൂസ് ചെയ്ത വാക്കാണ് ഇംപെയർഡ് എന്ന വാക്ക്. എവിടെ യൂസ് ചെയ്യും? സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ പറയണ്ടേ ഇംപെയർഡ് റെഡ്യൂസ്ഡ് എവിടെ യൂസ് ചെയ്യും? എവിടെ യൂസ് ചെയ്യും? ഇംപെയർഡ് എയർവേ ക്ലിയറൻസ് യൂസ് ചെയ്യാറുണ്ടോ? ഇംപെയർഡ് എയർവേ ക്ലിയറൻസ് വേറെന്ത് പറയാറുണ്ട്? ഇംപെയർഡ് എയർവേ ക്ലിയറൻസ് പോലെ വേറെന്ത് യൂസ് ചെയ്യാറുണ്ട്? പറഞ്ഞേ. ഞാൻ നോളജ് പുറത്തെടുത്തേ. ഓരോരുത്തരുടെയും നോളജ് പുറത്തോടെ പറഞ്ഞില്ലേ? ഫ്രീ ആയി പറയും, തെറ്റിയാലും കുഴപ്പമില്ല. പറഞ്ഞേ ഇംപെയർഡ് എന്ന വാക്ക് എവിടേക്ക് യൂസ് ചെയ്യാറുണ്ട്?
impaired the tissue perfusion. Where next? Impaired the breathing pattern, the tissue perfusion. Where undo? Impaired skin integrity. Where? Impaired. Where? Impaired. പറഞ്ഞേ ഇത്രേ ഉള്ളൂ, മതി, ഇത്രേ ഉള്ളൂ. സ്ലീപ്പിംഗ് പാറ്റേൺ, ഇമ്പയർഡ് സ്ലീപ്പിംഗ് പാറ്റേൺ, ഇമ്പയർഡ് സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കല്ലേ ഇതെല്ലാം. സോ ദ ഡെഫിഷ്യന്റ് യൂസ് ചെയ്തു, ആൻഡ് ഇമ്പയർഡ് യൂസ് ചെയ്തു. വേറെ യൂസ് ചെയ്യാറുണ്ടോ? ദ ഡെഫിഷ്യന്റ് കഴിഞ്ഞു, ഇമ്പയർഡ് കഴിഞ്ഞു. ആൻഡ് ഡിക്രീസ് യൂസ് ചെയ്യാറുണ്ടോ? മൂന്നാമതായിട്ട് ഇത് ഡിക്രീസ് യൂസ് ചെയ്യാറുണ്ടോ? ദ ഡിക്രീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഡിക്രീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈസിൽ ചെറുതോ അല്ലെങ്കിൽ ഇത് എമോറൽ ചെറുതോ ആണോ? ശരിയല്ലേ? ഒന്നെങ്കിൽ സൈസിൽ ചെറുതോ അല്ലെങ്കിൽ ഇത് എമോറൽ ചെറുതോ ആയിട്ടാണിത്. സൈസിൽ ചെറുതോ അല്ലെങ്കിൽ ഇത് എമോറൽ ചെറുതോ ആണെങ്കിൽ നമ്മൾ ഇത് ഡിക്രീസ് യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻഎഫക്റ്റീവ് യൂസ് ചെയ്യും. സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കെന്താ? ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ അല്ലേ? സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കെന്താ? ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ യൂസ് ചെയ്യാറല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു നോർമൽ ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്, പക്ഷെ അത് ഇൻഎഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ ഉപയോഗിക്കാറുണ്ട്. സോ 5 എണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ 6ാം ഇടത്തിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 5 എണ്ണം ഇല്ലേ, ഈ പറഞ്ഞ 5 എണ്ണമാണ് നമ്മളിപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെയാ? ഡെഫിഷ്യന്റ് യൂസ് ചെയ്യാറുണ്ട്, ഇമ്പയർഡ് യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ഡിക്രീസ്ഡ് യൂസ് ചെയ്യാറുണ്ട്, ഇൻഎഫക്റ്റീവ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ 6ാമതായിട്ട് ഈ ഇടയായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് വാക്ക് യൂസ് ചെയ്യാറുണ്ട്, അധികമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, കോംപ്രമൈസ്ഡ്. പക്ഷെ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കുകളൊന്നുമില്ല, പക്ഷെ ലേറ്റസ്റ്റ് പാറ്റേൺ ബുക്കിനകത്തെല്ലാം ഉണ്ട്. കോംപ്രമൈസ്ഡ് എന്താ? കോംപ്രമൈസ്ഡ് എന്താ? കോംപ്രമൈസ്ഡ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ്ഡ് എന്ന് പറയുന്നത് കോംപ്രമൈസ്ഡ് എന്തായിരിക്കും? 5 എണ്ണം കോമൺ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ 6 പഠിക്കൊന്നുണ്ട്. എന്താ കോംപ്രമൈസ്ഡ് എന്തായിരിക്കും? ആശുപത്രിയിൽ വന്ന സമയത്ത് പേഷ്യന്റിന് ഒരു ത്രെട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അസുഖം വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിളിക്കാം. അത് പ്രസന്റ് ഒന്നുമില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഒരു ത്രെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? കോംപ്രമൈസ്ഡ് വിളിച്ചൂടെ? ഒരു അസുഖം വരാൻ സാധ്യത, അവിടെ വന്ന ശേഷം ഒരു ത്രെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ദ കോംപ്രമൈസ്ഡ് എന്ന് വിളിക്കാം. സോ 5 എണ്ണം നമ്മൾ കോമൺ ആയിട്ട് സൗണ്ട് കേൾക്കാമോ? എല്ലാവർക്കും സൗണ്ട് കേൾക്കാമോ? സോ 5 ടൈപ്പാണ്, എപ്പോഴും 5 ടൈപ്പ് നമ്മൾ പ്രധാനമായിട്ടും ഡയഗ്നോസ്റ്റിക് ടൂൾസിന് പ്രധാനമായിട്ടും 5 ടൈപ്പാണ് എപ്പോഴും പ്രധാനമായിട്ടും യൂസ് ചെയ്ത്. കിട്ടിയോ? ക്ലിയർ ആയി? എവിടെ പഠിച്ചു? ഇത്രയും എവിടെ പഠിച്ചു? ഇത്രയും എവിടെ പഠിച്ചു? ഇത്രയും പഠിച്ചത്? ഇത്രയും എവിടെയാ പഠിച്ചത്? ഇതുപോലെ പറഞ്ഞ കാര്യം എവിടെ പഠിച്ചു? ലേബൽസ് ഡയഗ്നോസ് ലേബൽസ് അല്ലേ? ഡയഗ്നോസ് ലേബൽസ് പഠിച്ചു. ഡയഗ്നോസ് ലേബൽസ് എവിടെ പഠിച്ചത്? പറഞ്ഞ ഡയഗ്നോസ് ലേബൽസ് എവിടെ പഠിച്ചത്? ഡയഗ്നോസ് ലേബൽസ് എവിടെ പഠിച്ചത്? The components of the Nanda diagnosis അല്ലേ? The components of the Nanda diagnosis അല്ലേ? The components of the Nanda diagnosis diagnosis labels പഠിച്ചു. സെക്കൻഡ് ഏതാ? Etiology or related factors. Start here. So the Nanda diagnosis second part ആണ്. ഇത് രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ് ഈറ്റിയോളജി എന്ന് പറയുന്നത്. എന്താ ഈറ്റിയോളജി? ഈറ്റിയോളജി തന്നെ നമ്മൾ എപ്പോഴും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈറ്റിയോളജി അല്ല നമ്മൾ എപ്പോഴും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈറ്റിയോളജി അല്ലേ നമ്മൾ എപ്പോഴും റിസ്ക് ഫാക്ടർ എന്ന് പറയാറുള്ളത്? ആണോ? പറഞ്ഞേ.
ഇറ്റിയോളജി അല്ലേ തങ്ങളെപ്പോഴും റിസ്ക് ഫാക്ടർ, റിസ്ക് പറയാറുള്ളത്. എന്താണ് മീനിങ്? എന്താ ഇറ്റിയോളജി മീനിങ്? എന്താ? അത് എന്ത് കാരണം കൊണ്ട് അസുഖം വന്നത് എന്നാണോ? ആണോ? ഇറ്റിയോളജി അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അസുഖം വന്നത് എന്ന് പറയുന്നതാണോ? ഇറ്റിയോളജി അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അസുഖം വന്നത് എന്ന് പറയുന്നതാണോ? കോസ് അല്ലേ? ആണോ? പറഞ്ഞല്ലേ, പലരും ഉണ്ടായിരിക്കുന്നു. ശബ്ദമില്ല. ശരിയാണോ? അതിനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്ന പ്രശ്നത്തിന്റെ കാരണം എന്തെന്നാണോ? ഇപ്പോൾ വന്ന അസുഖത്തിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്തെന്നാണോ? അതാണോ മലയാളം അർത്ഥം? ഇപ്പോൾ വന്ന പ്രശ്നത്തിന്റെ അസുഖത്തിന്റെ കാരണം എന്തെന്ന് പറയുന്നതല്ലേ ഇറ്റിയോളജി? ശരിയാണോ? ഇപ്പോൾ വന്ന അസുഖത്തിന്റെ അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നത്തിന്റെ കാരണം എന്തെന്ന് പറയുന്നതല്ലേ ഇറ്റിയോളജി എന്ന് പറയുന്നത്? ശരിയല്ലേ? ശരിയല്ലേ? യെസ്. ഒരു എക്സാം പറയാം. ഞാൻ കുറച്ച് പറഞ്ഞ ഒരു കാര്യം പറയാം. ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറഞ്ഞു. ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് പറയാം. ഇനി പറഞ്ഞു നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിലായിട്ട് ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ പറഞ്ഞു. അപ്പോഴാണ് ഇറ്റിയോളജി എന്തായിരിക്കും? ഒരു എക്സാം പറയാമോ? ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ ഡ്യൂ ടു എന്തായിരിക്കും? ഇറ്റിയോളജി പറഞ്ഞു. ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ ഡ്യൂ ടു എന്തായിരിക്കും? COPD എന്നോ പൾമറി ഇൻഫെക്ഷൻ പറഞ്ഞൂടെ? പൾമറി ഇൻഫെക്ഷൻ എന്നോ COPD എന്നോ എന്ന് പറഞ്ഞൂടെ? അപ്പൊ അതല്ലേ ഇറ്റിയോളജി? അപ്പൊ അതല്ലേ ഇറ്റിയോളജി? ആക്ച്വലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇത് പ്രോബ്ലത്തിന്റെ ഇന്റർവെൻഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇറ്റിയോളജി. ഒരു അസുഖത്തിന്റെ ഒരു പ്രോബ്ലത്തിന്റെ ഇന്റർവെൻഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളെ ഇറ്റിയോളജി. ശരിയാണോ? ഒരു അസുഖത്തിന്റെ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇറ്റിയോളജി. ശരിയല്ലേ? നമ്മളവിടെ കുറെ വാക്ക് ഈസിയറുണ്ട്. എല്ലാവരും ഇത് ആക്ടിവിറ്റി ഇൻടോളറൻസ് കേട്ടോ? എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ പറയാണ്. ആക്ടിവിറ്റി ഇൻടോളറൻസ് റിലേറ്റഡ് ടു എന്താ? അതിന്റെ ബാക്കിയല്ലേ ഇറ്റിയോളജി പറയുന്നത്? ശരിയല്ലേ? ആക്ടിവിറ്റി ഇൻടോളറൻസ് റിലേറ്റഡ് എന്താ? ഒരു എക്സാം പറഞ്ഞു. ആക്ടിവിറ്റി ഇൻടോളറൻസ് റിലേറ്റഡ് ടു എന്താ? എക്സാം പറഞ്ഞേ. അവിടെ നമ്മൾ ഫാക്ടർ എന്ത് ചേർക്കും? അവിടെ എന്ത് ഫാക്ടർ ചേർക്കാം? പല ഫാക്ടർ ചേർത്തൂടെ? പല ഫാക്ടേഴ്സും അവിടെ ചേർത്തൂടെ? നമുക്കവിടെ പല ഫാക്ടേഴ്സ് ചേർത്തൂടെ? നമുക്കവിടെ പല ഫാക്ടേഴ്സും ചേർത്തൂടെ? ഒരു നഴ്സിംഗ് ഇന്റർവെൻഷനിലോട്ട് എത്താനുള്ള പല ഫാക്ടേഴ്സും അവിടെ ചേർത്തൂടെ? ചേർക്കാം. സോ 2 സ്റ്റെപ്പ് പറഞ്ഞു. ഏതൊക്കെയാ? ഇറ്റിയോളജി പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? ഡയഗ്നോസ്റ്റിക് ലേബൽസ് പറഞ്ഞു. പ്രധാനമായിട്ട് നന്ദക്കകത്ത് 3 കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ഏതാ? ഡയഗ്നോസ്റ്റിക് ലേബലും ആൻഡ് ഡെഫിനിഷനും. സെക്കൻഡ് ഇസ് ഏതാ? ഇറ്റിയോളജി ആൻഡ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. മൂന്നാമത് ഏതാ? ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത് വരുന്ന ആളെന്താ? ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു പേര് തന്നെ ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും സ്റ്റെപ്പ് കഴിഞ്ഞാൽ പേഷ്യന്റ് സയൻസ് ആൻഡ് സിംറ്റം നോക്കാറില്ലേ? ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞാൽ പേഷ്യന്റ് സയൻസ് ആൻഡ് സിംറ്റം നോക്കാറുണ്ടോ? പറഞ്ഞു കേളെ. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞാൽ പേഷ്യന്റ് സയൻസ് ആൻഡ് സിംറ്റം നോക്കാറുണ്ടോ? അതിവിടെ വരുമ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊട്ട് മുൻപേ ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ പറഞ്ഞില്ലേ? തൊട്ട് മുൻപായിട്ട് ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് കൂടി ചേർക്കും? തൊട്ട് മുൻപേ നിങ്ങൾ പറഞ്ഞു എന്താണ്?
ഈ പറഞ്ഞ ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പേഷ്യന്റിനെ കണ്ടുകൊണ്ട് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പേഷ്യന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കൊണ്ട് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു എക്സാം പറഞ്ഞേ, ഇൻഎഫക്റ്റീവ് ദ ബ്രീത്തിങ് പാറ്റേൺ വെച്ചുകൊണ്ട് ഒന്ന് പറയാൻ പറ്റും? ആർക്ക് പറയാം? റെസ്പിറേറ്ററി കൂളാൻ പറഞ്ഞുകൂടെ? റെസ്പിറേഷൻ കൂളാൻ പറഞ്ഞുകൂടെ? റെസ്പിറേഷൻ കൂൾ പറഞ്ഞുകൂടെ? ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേണിന് കൂടെ കൂടി അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് റെസ്പിറേറ്ററി റേറ്റ് കൂൾ പറഞ്ഞുകൂടെ? പറഞ്ഞുകൂടെ? അപ്പൊ അതൊരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? പറഞ്ഞു, അതൊരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? 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 അപ്പോ അത് സയൻസ് ആൻഡ് സിംറ്റം ആണോ? അതൊരു സയൻസ് ആൻഡ് സിംറ്റം കൂടെയാണോ? ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും സയൻസ് ആൻഡ് സിംറ്റം ആണ് കൂടുതൽ പറയുന്നത്. ആലോചിച്ച് പറയുക, പേഷ്യന്റെ സയൻസ് ആൻഡ് സിംറ്റം ആണോ ഇവിടെ കൂടുതൽ പറയുന്നത്? ആണല്ലോ, ആണല്ലോ. യെസ്, ഇത്രയും ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആയി. പറയട്ടെ. ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും ഇൻഡെപ്ത് പഠിക്കണോ? ഇത്രയും ഇൻഡെപ്ത് പഠിക്കണോ? ഇത്രയും ഇൻഡെപ്ത് പഠിക്കണോ? ഇത്രയും ഇൻഡെപ്ത് പഠിക്കണോ? വേണോ? 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 വേണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റാർട്ടിൽ തുടങ്ങിയപ്പോൾ എന്ത് പറഞ്ഞു? നേഴ്സിംഗ് ഡയഗ്നോസ് അല്ലേ? നേഴ്സിംഗ് ഡയഗ്നോസ് പറഞ്ഞില്ലേ? തുടങ്ങിയപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നേഴ്സിംഗ് ഡയഗ്നോസ് പറഞ്ഞു. എന്താ പറഞ്ഞു? എല്ലാ ടൈപ്സും ക്ലിയർ ആയല്ലോ. എല്ലാ ടൈപ്സും പറഞ്ഞു, അതിന്റെ കോമ്പൗണ്ട്സ് പറഞ്ഞു. ഇനി അറിയേണ്ട കാര്യം പ്രയോറിറ്റി ഓഫ് നേഴ്സിംഗ് ഡയഗ്നോസിസ്. അടുത്ത് പഠിക്കാനുള്ള കാര്യമാണ് പ്രയോറിറ്റി ഓഫ് നേഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയാൻ. എന്താ നമ്മുടെ നേഴ്സിംഗ് ഡയഗ്നോസിനെ പ്രയോറിറ്റി ചെയ്തത്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ എല്ലാവരും പറയുന്ന നേഴ്സിംഗ് ഡയഗ്നോസിനെ പ്രയോറിറ്റി ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു തിയറി ഉണ്ട്. തിയറി എന്ന് പറയാം, പഠിക്കാം അങ്ങോട്ട്. നമ്മുടെ നേഴ്സിംഗ് ഡയഗ്നോസിനെ പ്രയോറിറ്റി ചെയ്യുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരെങ്കിലും എവിടെയെങ്കിലും ഹയറാർക്കി കേട്ടിട്ടുണ്ടോ? ഹയറാർക്കി തിയറി എവിടെയെങ്കിലും? ഹയറാർക്കി തിയറി ആരുടെ? മാസ്ലോസ് ആണ്. മാസ്ലോസ് ഹയറാർക്കി തിയറി ആണോ? ആണോ? പറഞ്ഞു. ഞാൻ സ്പീഡൊന്നുമില്ല, ഞാൻ വളരെ ശാന്തമായിട്ട് പറയാണ്, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് കാര്യമാണ്. മാസ്ലോസ് ഹയറാർക്കി തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ അപ്പൊ പറഞ്ഞ മാസ്ലോസ് ഹയറാർക്കി തിയറി കൊണ്ട് നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മറക്കരുത്. എപ്പോഴെങ്കിലും ചോദിക്കും നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഏത് തിയറിയുടെ അടിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? മാസ്ലോസ് ഹയറാർക്കി തിയറിയിലൂടെയാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. കാരണം പേഷ്യന്റിന്റെ റെസ്പോണ്ട് അനുസരിച്ച് നമ്മൾ എപ്പോഴും നഴ്സിംഗ് ഡയഗ്നോസ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് റെസ്പോണ്ട് അനുസരിച്ച് നമ്മൾ എപ്പോഴും പേഷ്യന്റ് നഴ്സിംഗ് ഡയഗ്നോസ് ചേഞ്ച് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു പേഷ്യന്റ് റെസ്പോണ്ട് എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമല്ല പേഷ്യന്റെ നഴ്സിംഗ് ഡയഗ്നോസ് ചേഞ്ച് ചെയ്യുന്നത്. ശരിയല്ലേ? അല്ലേ? യെസ് ആണ്. യെസ്, ഇത്രയും ക്ലിയർ. ഇതുവരെ പറഞ്ഞ ക്ലിയർ. ഇനി ഇതേ നഴ്സിംഗ് ഡയഗ്നോസ് നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ്? ഇതേ നഴ്സിംഗ് ഡയഗ്നോസ് എങ്ങനെ ഫോർമുലേറ്റ്? ഈ പഠിപ്പിക്കുന്ന കാര്യമില്ല, പണ്ട് കോളേജിൽ പഠിച്ച കാര്യമില്ലേ? പണ്ട് കോളേജിൽ പോയി ഇത്രയും ഇൻഡെപ്ത് പഠിച്ചില്ലേ? ശരിയല്ലേ? പണ്ട് കോളേജിൽ പഠിച്ച അതേ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്യണം എന്തൊക്കെ വേണം? നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും? ഒരു നഴ്സിംഗ് ഡയഗ്നോസ് നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും? ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ ചോദ്യമാണ്. കേരള PC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ ചോദ്യമാണ്. ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം പേപ്പർ ആരും എഴുതാൻ വളരെ കഷ്ടപ്പെട്ട ചോദ്യം ഇതായിരുന്നു. പക്ഷെ സിമ്പിൾ ആ കാര്യം. ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? എങ്ങനെ ചെയ്യും? നമുക്ക് എങ്ങനെ പറ്റും? ഒരു നഴ്സിംഗ് ഡയഗ്നോസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും?
അത് 3 തരത്തിലാണ്. ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 3 തരത്തിലാണ്. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് ദ 2-part ഡയഗ്നോസിസ്. 3 തരത്തിലാണ്. 3 തരത്തിൽ ഒരു നഴ്സിംഗ് ഡയഗ്നോസിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം സിമ്പിൾ ആണ്, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് ദ 2-part ഡയഗ്നോസ് എന്ന് പറയാൻ എന്താ? ദ 2-part ഡയഗ്നോസ് എന്ന് പറയാൻ എന്താ? സത്യം പറയും, ഈ പേര് ഇതുവരെ കേൾക്കാത്തറിയുണ്ട്. സത്യം അത് കേൾക്കാത്തറിയുണ്ടോ? കേൾക്കാത്തറിയുണ്ടോ? ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് 3 ടൈപ്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ദ 2-part ഡയഗ്നോസ് എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? പറയണില്ല. ഉണ്ട്. കാര്യം നിസ്സാര. നമുക്കിത് നഴ്സിംഗ് ഡയഗ്നോസ് പ്രധാനമായിട്ടും ഒരു 3 ടൈപ്പായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ടൈപ്പ് ആണ് ദ 2-part ഡയഗ്നോസ്. പറയുന്നത് ദ 2-part ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പേഷ്യന്റ് പറയുന്നത് അവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അവിടെ 2 സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ദ 2-part ഡയഗ്നോസ് എപ്പോഴും 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എനിക്ക് അറിയാമായിരുന്നു ഈ കാര്യം. ഞാൻ ഫുള്ള് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, സാർ എനിക്കിത് അറിയാമായിരുന്നു, പക്ഷെ ഇത് ഇവിടെ വരുന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണം. കേട്ടോ? കേൾക്കുന്നുണ്ടോ? അവസാനം പറയുമ്പോൾ ഇവിടെ എപ്പോഴും 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും കേട്ടോ. ഡയഗ്നോസിനകത്ത് പ്രധാനപ്പെട്ട ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് എന്ത് വിളിക്കാം? ദ 2-part ഡയഗ്നോസ് വിളിക്കാം. ഒന്ന് എന്തായിരിക്കും? ഇത് പ്രോബ്ലം ആയിരിക്കും അല്ലെ? ഇത് 2-part ഡയഗ്നോസിനകത്ത് ഒന്ന് എപ്പോഴും ഇത് പ്രോബ്ലം ആയിരിക്കും. സെക്കൻഡ് ഏതാണ് ചോദിക്കും? സെക്കൻഡ് ഏതാ? ഈറ്റിയോളജി ആയിരിക്കത്തില്ലേ? ഈറ്റിയോളജി ആയിരിക്കും എപ്പോഴും. ഇത് 2-part ഡയഗ്നോസിനകത്ത് എപ്പോഴും ഫസ്റ്റ് വരുന്ന കാര്യം പേഷ്യന്റ് പ്രോബ്ലം ആയിരിക്കും. സെക്കൻഡ് ഏതായിരിക്കും? ഈറ്റിയോളജി ആയിരിക്കും. അപ്പോൾ ദ 2-part ഡയഗ്നോസിനകത്ത് ദ പ്രോബ്ലവും ഉണ്ടായിരിക്കും, അതുപോലെ ഈറ്റിയോളജിയും ഉണ്ടായിരിക്കും. മറക്കരുത്, ഇത് 2-part ഡയഗ്നോസിനകത്ത് എപ്പോഴും ദ പ്രോബ്ലവും ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ടായിരിക്കും? ഈറ്റിയോളജിയും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ എന്തെങ്കിലും വിശദമാക്കാണ്. ആൻസൈറ്റി റിലേറ്റഡ് ടു പറയാറുണ്ട് എപ്പോഴെങ്കിലും? ആൻസൈറ്റി റിലേറ്റഡ് ടു എന്തെങ്കിലും പറയാറുണ്ടോ എപ്പോഴെങ്കിലും? ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ക്യാൻസർ പറയാറുണ്ടോ? ആൻസൈറ്റി റിലേറ്റഡ് ക്യാൻസർ പറയാറുണ്ടോ? എപ്പോഴെങ്കിലും ആൻസൈറ്റി റിലേറ്റഡ് ടു ക്യാൻസർ ഡയഗ്നോസ് പറയാറുണ്ടോ? ആ ഒരു പേഷ്യന്റിന് ആൻസൈറ്റി റിലേറ്റഡ് ടു ക്യാൻസർ ഡയഗ്നോസ് പറയാറുണ്ടോ? പോസിബിൾ ക്യാൻസർ ഡയഗ്നോസിസ്. ആൻസൈറ്റി റിലേറ്റഡ് ടു പോസിബിൾ ക്യാൻസർ ഡയഗ്നോസിസ്. ഇവിടെ ഈ പറഞ്ഞ പേഷ്യന്റ് പ്രോബ്ലം എന്താ? ഇവിടെ പേഷ്യന്റ് പ്രോബ്ലം എന്താ? പേഷ്യന്റ് ഒന്നാണോ? പേഷ്യന്റ് പ്രോബ്ലം ഒന്നാ രണ്ടാണോ? ഇവിടെ ആൻസൈറ്റി റിലേറ്റഡ് ടു പോസിബിൾ ക്യാൻസർ ഡയഗ്നോസ് പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ട്? ഇത് 2-part ആണ്. പേഷ്യന്റ് ക്യാൻസർ ആകുമോ ഇല്ലയോ എന്ന് ആൻസൈറ്റി ഇല്ലേ? പേഷ്യന്റ് ക്യാൻസർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആൻസൈറ്റി ഇല്ലേ? പേഷ്യന്റ് ക്യാൻസർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആൻസൈറ്റി ഇല്ലേ? അപ്പൊ ഇത് എത്ര പാർട്ട് ഡയഗ്നോസ്? 2 അല്ലേ? 2 പാർട്ട് ഡയഗ്നോസ് അല്ലേ ഇത്? അല്ല, ക്യാൻസർ പോസിബിൾ ആകോ, ക്യാൻസറിന്റെ ഡയഗ്നോസിസ് പോസിബിൾ ആകോ ഇല്ലയോ എന്ന് ആൻസൈറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ 2 ഡയഗ്നോസ് ഇല്ലേ? 2-part 2-part ആൻസൈറ്റിയും ഉണ്ട്, ക്യാൻസർ ആകുമെന്ന് എന്താണ് ഇപ്പൊ പോസിബിൾ ചാൻസ് ഉണ്ടെങ്കിൽ 2-part ഡയഗ്നോസ് അല്ലേ അത്? പറഞ്ഞ യെസ് ഓർ നോ? 2-part പോസിബിൾ ഫോർ ക്യാൻസർ ഡയഗ്നോസിസ് വിത്ത് ആൻസൈറ്റി ഉണ്ടായിരിക്കും. ഉണ്ട്. ഇത് 2-part കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? ദ 2-part ഡയഗ്നോസ് കിട്ടിയോ? അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജിയും ഉണ്ട്. എപ്പോഴും ഇത് 2-part ഡയഗ്നോസിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജിയും ഉണ്ട് എന്ന് വിളിക്കാം. ഒരു പ്രോബ്ലവും ഉണ്ട്, ഇറ്റിയോളജിയും ഉണ്ടെങ്കിൽ 2-part ഡയഗ്നോസിസ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? യെസ് ഓർ നോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? ഒരു പ്രോബ്ലവും ഇറ്റിയോളജി രണ്ടും ഉണ്ടെങ്കിൽ ദ 2-part എന്ന് വിളിക്കാം. സെക്കൻഡ് ടൈപ്പ് ഏതാ? ദ 3-part ഡയഗ്നോസിസ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ആണ് ദ 3-part ഡയഗ്നോസിസ്. ദ 3-part ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും?
ഒന്ന് ഗസ് ചെയ്തേ. പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജി ഉണ്ട്, കൂടെ എന്തുകൊണ്ടായിരിക്കും? പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജിയും ഉണ്ട്, കൂടെ എന്തുകൊണ്ടായിരിക്കും? പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജിയും ഉണ്ട്, കൂടെ എന്തുകൂടെ ഉണ്ടാവും? സയൻസ് ആൻഡ് സിംറ്റം ഉണ്ടാവും. 3 പാർട്ട് ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജി ഉണ്ട്, സയൻസ് ആൻഡ് സിംറ്റം ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഡയഗ്നോസാ? കമന്റ് ചെയ്തേ. പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജിയും കിട്ടി, സയൻസ് ആൻഡ് സിംറ്റം പേഷ്യന്റ് ഉണ്ട്, എന്തായിരിക്കും? 3 പാർട്ട് ഡയഗ്നോസ് ആണ്. പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജി ഉണ്ട്, സയൻസ് ആൻഡ് സിംറ്റം ഉണ്ട്. എന്താ? 3 പാർട്ട് ഡയഗ്നോസ് ആണ്. ഇതിന്റെ പ്രോബ്ലം ഇറ്റിയോളജി മാത്രമുണ്ട്. എന്താ? പ്രോബ്ലം ഉണ്ട്, ഇറ്റിയോളജി ഉണ്ട്. എന്താ? ആൻസൈറ്റി എന്തായിരിക്കും ഇവിടെ? ആൻസൈറ്റി റിലേറ്റഡ് ടു പോസിബിൾ ചാൻസ് ഓഫ് ക്യാൻസർ ഡയഗ്നോസ്. എന്താ? 2 പാർട്ട് അല്ലേ? 2 പാർട്ട് അല്ലേ? അല്ലേ? അപ്പോ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആദ്യം ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിലൂടെ ഇറ്റിയോളജി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സയൻസ് ആൻഡ് സിംറ്റം എന്തായിരിക്കും? ഒരു പ്രോബ്ലം വരുന്നുണ്ട്, ഇറ്റിയോളജി വരാറുണ്ട്, അതുപോലെ സയൻസ് ആൻഡ് സിംറ്റം എന്തായിരിക്കും? 3 അല്ലേ? ഒരു എക്സാം പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്ത നല്ല എക്സാം കേട്ടോ. ഞാൻ കൊടുത്ത നല്ലൊരു എക്സാമ്പിൾ ആണ്. The low self-esteem related to feeling of rejection from the husband as manifested by എന്തായിരിക്കും? The hypersensitivity to the criticism. ഞാൻ കൊടുത്ത എക്സാമ്പിൾ നിങ്ങളുടെ ബേസ് ചെയ്താണ്. എന്തായിരിക്കും? The low self-esteem related to feeling of rejection from husband as manifested by എന്തായിരിക്കും? Hypersensitivity to criticism. എന്തായിരിക്കും ഇത്? ഇതൊരു പാർട്ടാണോ, 2 പാർട്ടാണോ, 3 ആണോ? ഇത് 1 പാർട്ടാണോ, 2 പാർട്ടാണോ, 3 പാർട്ടാണോ? ആർക്ക് പറയാം? പറഞ്ഞേ. ഇവിടത്തെ ഇത് പ്രോബ്ലം എന്താ? ഇത്രയും കണ്ടിട്ടെ ഈ എക്സാമ്പിൾ അല്ലേ? The low self-esteem related to feeling of rejection from husband as manifested by hypersensitive criticism എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താ? ആർക്ക് പറയാം? നോക്കട്ടെ. ലോ സെൽഫ് എസ്റ്റീം അല്ലേ? ഇവിടെ പ്രോബ്ലം എന്താ? ലോ സെൽഫ് എസ്റ്റീം അല്ലേ? ശരിയാണോ? ആണോ? ഇവിടെ പ്രോബ്ലം എന്താ? ഇവിടുത്തെ പ്രോബ്ലം, ഞാനീ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം എന്താ? ലോ സെൽഫ് എസ്റ്റീം. ശരിയല്ലേ? പ്രോബ്ലം എപ്പോഴും എന്താ? ലോ സെൽഫ് എസ്റ്റീം ആണ്. ഇറ്റിയോളജി എന്താ? ഹസ്ബൻഡ് അംഗീകരിക്കുന്നില്ല, റിജക്ഷൻ അല്ലേ? ഹസ്ബൻഡ് അംഗീകരിക്കുക, അല്ലെ? റിജക്ഷൻ അല്ലേ? ശരിയല്ലേ? ഹസ്ബൻഡ് അംഗീകരിക്കുന്നില്ല, റിജക്ഷൻ. അതെന്താ? ഇറ്റിയോളജി ആയി. സയൻസ് സിംറ്റം എന്താ? ഹൈപ്പർ സെൻസിറ്റീവ് ആവില്ലല്ലേ? അല്ലേ? ഹൈപ്പർ സെൻസിറ്റീവ് ആവും എപ്പോഴും, അല്ലെ? അപ്പൊ ഇത് 3 പാർട്ടായി എഴുതുന്ന എന്ത് വിളിക്കാം? 3 പാർട്ട് നഴ്സിംഗ് ഡയഗ്നോസ്. കിട്ടിയോടെ? സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇവിടെ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ എന്താ? അത് ഒരു പ്രോബ്ലം ആണ്. ഇറ്റിയോളജി എന്താ? ഫീലിംഗ് ഓഫ് റിജക്ഷൻ, ഹസ്ബൻഡ് ആയാലും വൈഫിൽ നിന്ന് റിജക്ഷൻ ചെയ്യുക. സയൻസ് സിംറ്റം എന്താ? എന്ത് പറഞ്ഞാലും പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞാൽ പോലെ എപ്പോഴെന്താ? ആരെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുണ്ടോ? നല്ലൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ പോലും ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുണ്ടോ ആരെങ്കിലും? എസ് പറയുക. നല്ലൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ പോലും ആരെങ്കിലും ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുണ്ടോ? ഉണ്ടായിരിക്കും, അറിയില്ലെന്നേ ഉള്ളൂ, ഉണ്ടായിരിക്കും. ഉണ്ട്. സോ അപ്പൊ ഇതിന്റെ 3 പാർട്ട് എഴുതുന്നുണ്ട് എപ്പോഴും. 3 പാർട്ട് എഴുതുന്ന ഡയഗ്നോസ് പറയുന്ന പോലെ എന്താ? 3 പാർട്ട് നഴ്സിംഗ് ഡയഗ്നോസ്. കിട്ടിയോ? അപ്പൊ ഇത് 2 പാർട്ടും കണ്ടു, 3 പാർട്ടും കണ്ടു. ഇനി ആരെങ്കിലും കൊണ്ടോടെ? 2 പാർട്ടും കണ്ടു, 3 പാർട്ടും കണ്ടു. ഇനി ആരെങ്കിലും കൊണ്ടോ? 1 പാർട്ട് ഉണ്ടോ? 1 പാർട്ട് ഡയഗ്നോസ് ഉണ്ടോ? 1 പാർട്ട് ഡയഗ്നോസ് ഉണ്ടോ? 1 പാർട്ട് ഡയഗ്നോസിസ്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പറയാൻ പറ്റും. 1 പാർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും പേഷ്യന്റെ പ്രോബ്ലം മാത്രം പറയുന്നതല്ലേ? ശരിയല്ലേ? പ്രോബ്ലം മാത്രം പറഞ്ഞെന്താ? എപ്പോഴും പേഷ്യന്റിന്റെ പ്രോബ്ലം പറഞ്ഞാൽ എന്താ? 1 പാർട്ട് ഡയഗ്നോസ് അല്ലേ? നമ്മൾ പേഷ്യന്റെ പ്രോബ്ലം മാത്രം. ശരിയല്ലേ?
പ്രോബ്ലം മാത്രം പറഞ്ഞ എന്താ ഓൺ പാത്ത് ഡയഗ്നോസ്. ശരിയല്ലേ? 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 ദ റിസ്ക് ഫോർ ഇഞ്ചുറി എക്സാമ്പിൾ ആണോ? ദ റിസ്ക് ഫോർ ഇഞ്ചുറി എക്സാമ്പിൾ ആണോ? റിസ്ക് ഫോർ ഇഞ്ചുറി ഇമ്പേർഡ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് എക്സാമ്പിൾ ആണോ? റിസ്ക് ഫോർ ഇഞ്ചുറി ഇമ്പേർഡ് ആണോ? ആണല്ലേ? ആലോചിച്ചോക്കടെ. ഇമ്പേർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ഇത് ഇമ്പേർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇമ്പേർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇമ്പേർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. യെസ്, ഇത് ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇതെല്ലാം എവിടെ പഠിച്ച കാര്യം? ഇതെല്ലാം എവിടെ പഠിച്ച കാര്യം? ഇത്രയും എവിടെ പറഞ്ഞു? ഇത്രയും കാര്യങ്ങൾ എവിടെ പറഞ്ഞു? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം എവിടെ പഠിച്ച കാര്യം? പ്ലീസ്. ദ നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലേ? ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ചാപ്റ്റർ ക്ലിയർ ആയി? എല്ലാവർക്കും ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ചാപ്റ്റർ ക്ലിയർ ആയി? നഴ്സിംഗ് ഡയഗ്നോസിസ് കംപ്ലീറ്റ് ചാപ്റ്റർ മനസ്സിലായി? അടുത്ത പ്ലാനിങ് അല്ലേ? അടുത്ത പ്ലാനിങ്. സോ ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ഇത്രയൊക്കെ പഠിക്കുകയാണ് അറിയാതെ ഇത്രയൊക്കെ നഴ്സിംഗ് ഡയഗ്നോസിനകത്ത് പഠിക്കാനുണ്ട് എന്ന് അറിയാമായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. നഴ്സിംഗ് ഡയഗ്നോസിനകത്ത് ഇത്രയും അധികം പഠിക്കാറുണ്ട്. ഇതിൽ കൂടുതലൊന്നും എക്സാമിന് വരത്തില്ല. ആ നോട്ട് കൃത്യമായി തരാം. പഠിക്കുമല്ലോ. സോ അടുത്ത ക്ലാസ് എന്നാ? നെക്സ്റ്റ് ക്ലാസ് എന്നാ? 23 അല്ലേ? യെസ്. അതിനിടയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടെ. ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടെ. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻസ് റെക്കോർഡ് ചെയ്ത് തരട്ടെ. നിങ്ങളുടെ ഫ്രീ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും കണ്ടു പഠിക്കുക. ഫ്രീ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ട് പഠിക്കുക. ഓക്കെ, സോ ക്ലിയർ. നമുക്ക് അടുത്ത ദിവസം പ്ലാനിങ്ങോട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ സമയം എത്ര പറഞ്ഞു? അടുത്ത ദിവസം രാത്രി എത്ര മണി തൊട്ടാ? 23-ാം തീയതി എത്ര മണി തൊട്ടാ? 23-ാം തീയതി എത്ര മണി? 7 മണി തൊട്ട് 12 വരെ പോകും. 7 മണി തൊട്ട് 12 മണി വരെ പോകും. മാക്സ് അപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ദിവസം 23-ാം തീയതി അധികമായിട്ട് ഫോണിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാതിരിക്കുക. വാട്സപ്പ്, ഫേസ്ബുക്ക് ഒന്നും അതേ യൂസ് ചെയ്യാതിരിക്കുക. വീഡിയോസ് ഒന്നും ആദ്യം കാണാതെ നന്നായി പഠിക്കുക. വലിയ ക്ലാസ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അന്ന് 2 ബിരിയാണി തിന്നിട്ട് പറഞ്ഞു കേട്ടോ. അന്ന് 2